عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, നേതാക്കൾ, മഹത്തായ ഉള്ളാൾ ദർഗാ സമിതിയുടെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ മഹത്തായ ഇൽമിൻ്റെ സദസ്സ് ധന്യമാക്കിയിട്ടുള്ള നല്ലവരായ സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മദനി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്
മഹാനവരുകളുടെ പേരിൽ ഉള്ള ഉറൂസ് പരിപാടിയിലാണ് നാം ഉള്ളത്. അല്ലാഹു മഹാനവരുകളുടെ എല്ലാ നിലക്കുള്ള പൊരുത്തം സാധുക്കളായ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിലുടനീളം നല്ല തഖ്വയോടെ ജീവിക്കുകയും മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിതുവരെ നമ്മുടെ മഹത്തായ ദീനിന്റെ ആദർശത്തെക്കുറിച്ചും ആശയത്തെക്കുറിച്ചും വിശാലമായി പ്രസംഗിച്ച് നമ്മെയെല്ലാം ഉണർത്തിയ നമ്മുടെ എല്ലാം നേതൃത്വമായ വന്യരായ ശൈഖുന പേരോട് ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വെളിച്ചമാണ് ഹിദായത്ത് എന്നത്, സന്മാർഗം എന്നത്. ആ സന്മാർഗം അല്ലാഹു തആല പ്രത്യേകമായി അടിമകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആളുകൾക്ക് അല്ലാഹു തആല നൽകുകയാണ്. ആ അല്ലാഹു തആല നൽകിയ ഹിദായത്ത്, സന്മാർഗം, അത് മരണം വരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകളിൽ ഒന്നാണ്. കാരണം അന്ത്യവിജയം സത്യവിശ്വാസികൾക്ക് മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ഹൃദയം, ആ മനസ്സിന് അറബിയിൽ പറയുന്ന പദം ഖൽബ് എന്നാണ്. ഖൽബ് എന്ന പദത്തിന്റെ അർത്ഥം ഇങ്ങനെ മാറ്റിമറിയുക എന്നതാണ്. എന്തുകൊണ്ടാണ് ആ മനസ്സിന് അറബിയിൽ ഖൽബ് എന്ന് പറയാറുള്ളത്? ആ മനസ്സിന് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ്. മനസ്സിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ചിലപ്പോ വാദിന്റെ സദസ്സിൽ ഇരിക്കാൻ തോന്നും, ചിലപ്പോ എണീറ്റ് പോവാൻ തോന്നും, എണീറ്റ് നിന്നാൽ തന്നെ കുറച്ചു നേരം കൂടി ഇരിക്കാൻ തോന്നും. അതൊക്കെ മനസ്സുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഉറൂസിന് വന്നാൽ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് കുറച്ചു നേരം ഇൽമ കേൾക്കാം എന്ന് തോന്നും. ചിലപ്പോ ബസാറിൽ പോയി, അങ്ങാടിയിൽ പോയി കുറച്ചു നേരം കറങ്ങാം എന്ന് തോന്നും. അത് മനസ്സുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. മനസ്സിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ, ദുആ ചെയ്ത കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ദുആ ചെയ്തു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളുടെ, മനസ്സുകളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, എന്റെ മനസ്സിനെ ദീനിന്മേൽ ഉറപ്പിച്ചു നിർത്തേണമേ അല്ലാഹ് എന്ന് ഒരു ദുആ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ലോക നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? സത്യവിശ്വാസികളിലുള്ള ഈമാൻ, അതാണ് സന്മാർഗം, ഹിദായത്ത്. ആ ഹിദായത്ത് മരണം വരെ നിലനിർത്താൻ മുഅ്മിനുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം
ഈമാനുള്ളവനെ അന്ത്യവിജയം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു ആലു ഇംറാൻ. ആ സൂറത്തിലെ 8-ാമത്തെ ആയത്ത് അതൊരു പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. എന്താണ് അതിന്റെ അർത്ഥം? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഇപ്പോൾ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടുണ്ട്, നീ ഇപ്പോൾ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയിട്ടുണ്ട്. ആ തന്ന സന്മാർഗത്തിന് ശേഷം, ഹിദായത്തിന് ശേഷം ഒരിക്കലും ഞങ്ങളെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തല്ലേ അല്ലാഹ്. ഈ തന്ന ഹിദായത്ത് മരണം വരെ ഞങ്ങളിൽ നിലനിന്ന് കിട്ടിയാലാണ് ഈ ഹിദായത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുക. അല്ലെങ്കിൽ ഈ ഹിദായത്ത് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങൾക്ക് ഇതാ ഹിദായത്ത് തന്നിരിക്കുന്നു അല്ലാഹ്. ആ ഹിദായത്ത് പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. എത്ര വലിയ കോടീശ്വരന്മാരുണ്ട്, എത്ര വലിയ ലക്ഷാധിപതികളുണ്ട്, അവരെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ, സമ്പത്തില്ലാഞ്ഞിട്ടാണോ, പണമില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തുകൊണ്ട് പൈസ കൊടുത്തിട്ട് അവർക്ക് ഹിദായത്ത് വാങ്ങിക്കൂടെ? കഴിയില്ല. പണം കൊടുത്ത് വാങ്ങാൻ പറ്റിയ ഒന്നല്ല ഹിദായത്ത്, സമ്പത്ത് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയ ഒന്നല്ല ഹിദായത്ത്, പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയ ഒന്നല്ല ഹിദായത്ത്. അതുകൊണ്ടാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്, ആ ഹിദായത്ത് ഞങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഒരിക്കലും ആ ഹിദായത്ത് ഞങ്ങളിൽ നിന്ന് നീ ഇല്ലാതെയാക്കി കളയല്ലേ അല്ലാഹ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്ത് നിന്ന് നീ ഞങ്ങൾക്ക് അനുഗ്രഹത്തെ, റഹ്മത്തിനെ നൽകണേ അല്ലാഹ്. ഇന്നക അൻതൽ വഹാബ്, നീ ധാരാളം നൽകുന്നവനാണല്ലോ അല്ലാഹ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാമാകുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ നിന്ന് ഒരിക്കലും അതേ കാലുകൾ പതറിപ്പോകരുത്. ഇന്നത്തെ കാലമെന്ന് പറഞ്ഞാലോ അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം നമ്മുടെ പരിസരങ്ങളിൽ ധാരാളം കാണുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ദുആ ചെയ്യണം. ഖുർആനിൽ ഒരു ദുആയുണ്ട്, അത് അൽ ബഖറ സൂറത്തിലെ 250-ാമത്തെ ആയത്താണ്. റബ്ബനാ അഫ്രിഗ് അലൈനാ സ്വബ്റാ വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നീ ക്ഷമയെ ചൊരിച്ചു തരണേ അല്ലാഹ്, ക്ഷമിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. എന്തിനാണ് അള്ളാഹുവിനോട് ക്ഷമയെ ചോദിച്ചു വാങ്ങുന്നത്? അതേ ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, ദീനിന്റെ യഥാർത്ഥ ആശയമായ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം, സ്വബർ വേണം. ആ ക്ഷമയെയാണ് റബ്ബിനോട് ചോദിച്ചു വാങ്ങുന്നത്. റബ്ബനാ അഫ്രിഗ് അലൈനാ സ്വബ്റാ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ക്ഷമയെ ചൊരിച്ചു തരണേ അല്ലാഹ്. ക്ഷമയെ ഇട്ട് തരണം എന്നല്ല പറഞ്ഞു, അത് ഒരുക്ക ഇട്ട് തന്നാൽ ഇട്ട് തരിക എന്ന് പറഞ്ഞാൽ മതി. ഇത് ചൊരിച്ചു തരണമെന്നാ പറയണേ. ചൊരിച്ചു തരണമെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ ബിർക്കി താണ്ടതരർത്ഥം. ബിർക്കി തരണമെങ്കിൽ ചെമ്മ ഇന്നെങ്കിലായിട്ടിക്കടെ ബിർക്കി തറവ് കേക്കടെ, ഒന്നു മാത്രം ഇന്നെങ്കിൽ താണ്ട് കേക്കടെ, ഇട്ടിട്ട് താണ്ട് കേക്കടെ. ചെമ്മ ഇന്നെങ്കിൽ എന്ത് കേക്കടെ? ബിർക്കിട്ട് താണ്ട്. അപ്പൊ സ്വബറ് ചൊന്നെങ്കിൽ തെല്ലിന്നെങ്കിൽ മെയ്യാവാലെ ചെമ്മ സ്വബറ് വേണു.
ഉറക്ക സബരിനെങ്കിമയ്യാവാല ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഉറക്ക സബരിനെങ്കിമയ്യാവാല എപ്പോഴും സബരിക്കണം. അതുകൊണ്ടായിട്ട് അല്ലാഹു തആല കേൾക്കണമേ അഫ്രിഗ അലൈനാ സബ്റ റബ്ബേ നീ ഞങ്ങൾക്ക് സബ്ർ ചൊരിച്ചതാ അല്ലാഹ് ചമ്മ സബ്റതാ അല്ലാഹ് തെല്ലെങ്കാലും സബ്റുമയ്യാവാല വസബ്ബിത് അഖ്ദാമനാ അതേ ഞങ്ങളെ കാലുകളെ ദീനിൽ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. ഈ ദുആ ഓ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ദുആയാണ്. അത് ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ച ദുആയാണ്. അൽ ബഖറ സൂറത്തിലെ 250-ാമത്തെ ആയത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് ഈമാനുള്ള ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. സബർ, നല്ല ക്ഷമ വേണം. ദീനിൽ ഉറച്ചു നിൽക്കാൻ നല്ല ക്ഷമ വേണം. മഹാന്മാരായ ഇമാമിങ്ങൾ അവരെത്രയാണ് ഇവിടെ ദീന നിലനിർത്താൻ ഇവിടെ ക്ഷമിച്ചത് എത്രയാണ്, സഹിച്ചത് എത്രയാണ്. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ശാഫിഈ മദ്ഹബിലെ ശൈഖുൽ മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാം എത്ര കാലമാണ് ഇവിടെ ജീവിച്ചത്? ഈ സദസ്സിൽ വാള് കേക്കടങ്ങല കൂട്ടത്തില് 50 വർഷത്തെ മേലുള്ള ഈ സദസ്സിലുള്ള 60 വർഷത്തെ മേലുള്ള ആണിങ്ങും ഇക്കുവാറ് പെണിങ്ങും ഇക്കുവാറ് അതിന് കീഴുള്ളങ്ങും ഉള്ളാർ എങ്കിൽ ഒരു മനുഷ്യരുടെ ആയുസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കടേ ചൊല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ബഹുമാനപ്പെട്ട ശൈഖുൽ മദ്ഹബ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ നബവി ഇമാം എത്ര കിതാബായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ കൈ കൊണ്ടിട്ട് എഴുതി വെച്ച് എന്തിക്ക് ഈ സമുദായ പിഴച്ചു പോക തീറ അങ്ങ് കാലി ഖുർആൻ നോക്കിയിട്ട് ദീൻ അർത്ഥാക്കണ അല്ല. ഖുർആൻ നോക്കിയെങ്കിൽ എല്ലാവർക്കും ഖുർആൻ അർത്ഥാവണോണ്ടില്ല. അങ്ങ് കാലി ഹദീസ് നോക്കിയിട്ട് ദീൻ അർത്ഥാക്കണ അല്ല. കാരണം ഹദീസ് നോക്കിയിട്ട് എല്ലാവർക്കും ദീൻ അർത്ഥാവണോണ്ടില്ല. ലാ യഅലമുൽ ഖുർആന ഇല്ലൽ മുഫസ്സിറൂൻ വലാ യഅലമുൽ ഹദീസ ഇല്ലൽ മുഹദ്ദിസൂൻ. ഖുർആന്റെ ഗൊന്തുല്ലങ്ങുകെ ഖുർആൻ അർത്ഥാവിടെ, ഹദീസിന്റെ ഗൊന്തുല്ലങ്ങുകെ ഹദീസ് അർത്ഥാവിടെ. എല്ലാവർക്കും എല്ലാരും അർത്ഥാവില്ല, എല്ലാവർക്കും എല്ലാരും അർത്ഥാവിട. ഒരു എഞ്ചിനീയർ ആ എഞ്ചിനീയർ എന്തെങ്കിലും ഞങ്ങളിട്ട് ഒന്ന് ചൊന്നെങ്കിൽ നമുക്ക് അതിന്റെ ಬಗ್ಗೆ ABCD ഗൊന്തില്ലാണ്ട് വരിക. അയാൾ ചൊന്നത് സമാൻട്ട് അവിടെ അയാൾ തപ്പ് ചെന്നെങ്കിൽ നമുക്ക് അത് സമാൻട്ടെ. എന്താ കാരണം ആ പഠിപ്പ് നക്കില്ലേ. അയാൾ നക്ക് ചൊന്തറുമ്പോ ಅದರ ಬಗ್ಗೆ ഒരു ബേസിക് ജ്ഞാന എങ്കിലും നക്കിന്നെങ്കിലും നക്കയാലെ ക്വസ്റ്റ്യൻ ആക്കും എന്തെങ്കിലും നിക്കിട്. അതെങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെയല്ലേ അതിനർത്ഥം. ഏത് വിഷയവും അങ്ങനെയല്ലേ. അതേ ടൈമിലു ഔലിയാക്കന്മാരെ ആർക്ക് മാത്രം കൊന്തൂലേ എല്ലാവർക്കും എന്തോ ഔലിയാക്കന്മാരെ അർത്ഥാക്കുകയില്ലേ. ഔലിയാക്കന്മാരെ ಬಗ್ಗೆ എല്ലാവരും അർത്ഥാക്കണ എങ്ങനെ അങ്ങനെ മുട്ട പോയെങ്കിൽ ಮಂತ್ರಿ ಪಾರ್ಟಿಯೆಂಗಿಲು ಸೀಕಸ ಮಾಡು ಮಂಗಿಲಾಬಾತಂಗಾಟಾಯೆಂಗಿಲು അങ്ങനെ മുട്ട പോയിട്ട് ദ്വാര പാർട്ടിയെങ്കിൽ ಬೇಗ പൊതു സെറ്റ് ആവടു അങ്ങനെ കാൽഡടിയിൽ പോയിട്ട് ദ്വാരന്നെങ്കിൽ പൊതു സെറ്റ് ആവടു. അങ്ങനെയല്ല. അത് മാത്രല്ലല്ലേ വലിയുനെ ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയു. ഒരു വലിയുടെ ആ വലിയുടെ അർത്ഥാക്കയുടെ രൂപത്തിൽ അർത്ഥാക്കണമെങ്കിൽ ഒരു വലിയ മാത്രം തീരൂ. ബാക്കി നമുക്ക് അതല്ല ആ വലിയുടെ അർത്ഥാക്കയുടെ രൂപത്തിൽ അർത്ഥാക്കുക ആവണോട്ടില്ല. അതായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുകയായിട്ട് ദീന നിലനിൽക്കുകയായിട്ട് എത്രയായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു അധ്വാനിച്ചത് എത്ര, കഠിനമായ പരിശ്രമം നടത്തിയത് എത്ര. കാലി 46 വർഷത്തോളം മാത്രം ജീവിച്ച മഹാനല്ലേ ഇമാം നബവി റളിയല്ലാഹു അൻഹു. 46-ാമത്തെ വയസ്സിൽ വഫാത്തായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. ആ 46 വയസ്സറ നടുലു എത്ര കിതാബായിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചേ. അത് എങ്ങനെ കിതാബ് എഴുതിത്ത് ഇണ്ടത്തെ പോലെ സൗകര്യം ಇಂತ ഉണ്ട് ഇണ്ടെല്ലാം പ്രിന്റ് എടുക്കടല്ലേ അല്ലേ. ഇണ്ട് സ്കൂളിൽ പഠിക്കണ മക്കങ്ങനെ
ഇപ്പൊ സ്കൂളിലേക്ക് ജോയിൻ ആക്കുമ്പമേ ഇപ്പൊ ഉമ്മ അബ്ബടെ വലിയ തലകുത്തു, പേരൻസുമാരുടെ വലിയ തലകുത്തു. അഡ്മിഷന്റെ ഒരു ലിസ്റ്റ് കയ്യിൽ കിട്ടു. ആ അഡ്മിഷന്റെ ലിസ്റ്റ് കയ്യിൽ കിട്ടുമ്പോ മക്കൾക്ക് കാലി സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ. അത് മാത്രല്ല ആക്ടിവിറ്റീസ് ചെന്നിട്ടൊന്ന് വേറെ സെഷൻ ഉണ്ട്. ആക്ടിവിറ്റീസ് അതിൽ എന്ത്ര വേണോണ്ട് ഫസ്റ്റ് അഡ്മിഷന്റെ ടൈമില് ഞങ്ങൾ ടിക്ക് മാർക്ക് ഇട്ടിട്ട് കൊടുക്കും. അതിൽ ഡ്രോയിങ് ഉണ്ട്, ബോബ ജന്തു ಅದಕ್ಕೆ ಟಿಕ್ ಮಾರ್ಕ್ ಇಟ್ರಂಡ ಎಂದೆ ಪುಲ್ಲಿಮಾರ ಕಡ್ಲಾಸ ಕೀರಿ 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 ಇಟ್ಟಿಟ್ಟಾರ ಅವತುರುಗ പുല്ലികളുടെ ഡ്രോയിങ് ആവണം. പിന്നെ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു കീബോർഡ് ഉണ്ടുണ്ട്. അപ്പൊ ബോബ ജന്തു കീബോർഡ് ആവും. അതെന്തരെ അത് ബോർഡ് ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ നെക്കടെ അതില് അങ്ങനെ നെക്കെങ്കിൽ കഡ്ലാസ് എന്തോ ഔത്തറോൾക ബൂലുല്ലല്ലേ. പണ്ടത്തങ്ങല്ല ചൊന്നോ ഇന്നാറ് പടച്ചറവാതി എവിടെ ഉണ്ട് കൊന്തില്ല കഡ്ലാസ് കീരി എങ്ക അബ്ബകു കട ഔടുണ്ട്. നിങ്ങളിവിടെ ഉള്ളാലത്ത് ചൊന്നോ ഇന്നാറാവുന്നില്ല. ഔത്തുಲು മക്ക കഡ്ലാസ് കീറിട്ടിട്ടെങ്കില് അബ്ബകു കട ഔടുള്ള. അത് ചിലപ്പോ കീരി കീരി കീറിട്ടെങ്കിൽ പാടം പാടം ബുക്ക് പുതിയ പുതിയ എടുത്തോണേ ആവിടൂ. ഇയാളെ പൈസ എല്ലാം തീർന്നു കണ്ട് തീർന്നിട്ട് പൈസ തീന്നെ പിന്നെ കടാക്കിയിട്ട് പാടം ബുക്ക് എടുത്ത് കൊടുക്കണം അവിടെ. അങ്ങനെ ആയിട്ട് ചൊന്നില്ല അല്ലാഹുഅലം. എങ്കിലും കഡ്ലാസ് കീറിട്ടിട്ട് അത്ര നാരാസ്വരം തോല. പണ്ടത്തെ കാലത്തിൽ ഉമ്മമാര് എത്രമാ ഉമ്മമാർ തെച്ചിട്ട് വാള് കേട്ടോണ്ടുള്ള. പണ്ടത്തെ കാലത്തിൽ ഞങ്ങൾ ഔത്തുലുമീത്ത് ഒരു കഡ്ലാസറ പോലും നിലത്ത് കണ്ടെങ്കിമേ ആ കഡ്ലാസറ പോലും നിലത്ത് കണ്ടെങ്കില് അപ്പ ഔത്തര ബലമ കേട്ടിട്ടായിട്ട് എന്തടിയമ്മ കഡ്ലാസ് അല്ല കീഴിലിട്ട് പിന്നെ കഡ്ലാസ് ഇട്ടെന്തിക്ക് കീഴിലുണ്ട് ഇണ്ട് കഡ്ലാസ് അല്ല നോട്ട് ബുക്കേ നിലത്ത് പോകുന്നെങ്കിലും കോയി മുഷ്കിൽ നഹി ഹേ ഒരു പ്രോബ്ലമും ഇല്ല. കഡ്ലാസ് ഒരു പൂളല്ല, ഇടീ ഒരു പേജ് 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 കീറി കീറിട്ട് ഔത്തുള്ള കേട്ടെങ്കിലും വിഷയം എന്ത് കാരണം അതെല്ലാം പിന്നെ അതെല്ലാം അടിച്ചിട്ടെടുക്കുക. സ്വർത്തറവിലുള്ള അബ്ബ സ്വർത്തറവ് വെച്ചിറ ഔത്തുള്ളൂ അതെല്ലാം അടിച്ചിട്ട് അവളെടുക്കട. അബ്ബ കേക്കട്ടെ പെഞ്ഞേടട്ടെ മാപ്പിള പെഞ്ഞേടട്ടെ കേക്കട്ടെ നിക്കെന്തിക്കിടും ഇത്തര നീ എന്ത് ഇതാക്കണ്ട അവൾ വന്നിട്ടല്ല അടിക്കോലല്ലേ നിന്റെ നടു എന്തോ നൊമ്പലാവാലെ. അതങ്ങനല്ല. കഡ്ലാസ് ഔത്തുൽ കേറിയിട്ടിട്ട് അത്ര നല്ല ഇതെന്തോ അല്ല. അപ്പൊ ഇന്ന് അങ്ങനെ കാണും. അഡ്മിഷന്റെ സമയത്ത് തന്നെ കടലാസിൽ കാണും. ആ കടലാസിൽ എന്താണ് ആക്ടിവിറ്റീസ് വേണ്ടത്, ഡ്രോയിങ് ആണോ. സുബ്ഹാന ജല്ല ജലാലുഹു മക്ക അബ്ബടെ വാട്സപ്പ് മക്ക ഇങ്ങനെ കടത്തിയോണ്ടേക്കിടാറ. അബി നിങ്ങ ഔത്തു പറയുമ്പോ ഇതാ പ്രിന്റ് എടുത്തോണ്ട് പറൂ നാളെ സ്കൂളിൽ പോകുമ്പോ ഈ പ്രിന്റ് വേണു. ഇയാള് പ്രിന്റ് കോന്ന് 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 പെടഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പൊ പ്രിന്റർ മെഷീൻ എടുത്തിട്ട് ഔത്തിൽ വെച്ചിട്ട് എന്തേ ഔത്തില് നിങ്ങൾ പ്രിന്റ് എത്ര വേണമെങ്കിൽ പ്രിന്റ് എടുക്കുന്നു. എങ്കിൽ ഇന്നത്തെ കാലം ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പഴയ കാലം സുഹൃത്തുക്കളെ ഇന്നത്തെ പോലെ പ്രിന്റർ മെഷീൻ ഇല്ല. ഇന്നത്തെ പോലെ മോഡേണിക് ഫെസിലിറ്റീസുകളില്ല. ഇന്നത്തെ പോലെ ഭൗതികമായ സംവിധാനങ്ങളില്ല. ഇതൊന്നുമില്ലാത്ത പഴയ കാലത്ത് അള്ളാഹുവിന്റെ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം എന്ന ലക്ഷ്യത്തോടെ എത്ര ഇമാമിങ്ങളാണ്, എത്ര മഹാന്മാരാണ് ഇവിടെ കിതാബുകൾ രചിച്ചത്. ആ കൂട്ടത്തിൽ നമ്മുടെ മദ്ഹബിലെ ശൈഖുൽ മദ്ഹബായ ഇമാം നബവി റഹിമഹുല്ലാഹ് ആ മഹാനവറുകൾ എഴുതിയ കിതാബിന് ഒരു കയ്യും കണക്കുമില്ലല്ലോ. ഓ ഇൽമു പഠിക്കുന്ന മുതല്ലിമുകളെ, ദർസുകളിലും കോളേജുകളിലും അതേ ദർസ് തുറന്ന് പ്രവർത്തിക്കുകയാണ്, കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. മുതല്ലിമുകൾ കിതാബ് സജീവമായി ഓതാൻ തുടങ്ങിയിരിക്കുകയാണ്. അതേ മഹല്ലി ഓതുന്ന മുതല്ലിമുകളില്ലേ ആ മഹല്ലി ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വ്യാഖ്യാനം എഴുതിയതല്ലേ. അതിന്റെ ഏത് കിതാബിനാണ് വ്യാഖ്യാനം? ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് എന്ന കിതാബിനുള്ള വ്യാഖ്യാനമല്ലേ. ഇങ്ങനെ ആ മിൻഹാജ് എന്ന ഒരൊറ്റ കിതാബിന് തന്നെ എത്ര എത്ര ഇമാമിങ്ങളാണ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്.
സുഹൃത്തുക്കളെ, ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതേ 40 ചില്ലാനം വയസ്സുവരെ ജീവിച്ചിട്ട് ലോകത്തോട് വിട പറയുമ്പോൾ മഹാനവരുകൾ എത്ര കിതാബുകളാണ് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ആശയം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്താൻ മഹാനവരുകൾ എത്ര കിതാബുകൾ എഴുതി ബാക്കി വെച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ഈ സാധുവായ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ. ഇവിടെ ചെയ്തു വെച്ച നല്ലത് അതിവിടെ ബാക്കി വെച്ച് പോകുമ്പോൾ അതല്ലേ പടച്ച റബ്ബിന്റെ അരികിൽ പ്രതിഫലത്തിൽ വെച്ച് ഏറ്റവും ഖൈറായത്. എക്കാലത്തും ഖബറിൽ കിടക്കുമ്പോൾ ലഭിക്കുന്നത് അതാണ് നല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അക്കൂട്ടത്തിലാണ് ഇമാം നബവി റഹിമഹുല്ലാഹ്. ആ നബവി ഇമാം ഇവിടെ ദീന നിലനിർത്താൻ വേണ്ടി കിതാബ് രചിച്ചപ്പോൾ നബവി ഇമാം കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതാ പെട്ടെന്ന് വെളിച്ചം കെട്ടുപോയി, ലൈറ്റ് ഓഫ് ആയി പോയി. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലമാണ്. അന്ന് കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അതാ വെളിച്ചം കെട്ടുപോയപ്പോൾ നബവി ഇമാമിന്റെ പവർ കണ്ടില്ലേ? പടച്ച റബ്ബ് ദീന് വളർത്താൻ സൗകര്യം ചെയ്ത് കൊടുക്കുന്ന രൂപം കണ്ടില്ലേ? ആ നബവി ഇമാമിന്റെ ഇടത് കൈയിലെ ചൂണ്ട് വിരലങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. ആ ഇടത് കൈയിലെ ചൂണ്ട് വിരൽ നബവി ഇമാമിന്റെ വിരലങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകാശിക്കുന്ന വിരലുമായി കിതാബ് എഴുതി തീർത്ത ഇമാം നബവി റഹിമഹുല്ലാഹ് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്തായിരുന്നു. ചെറിയ ബറക്കത്തൊന്നുമല്ല, വലിയ ബറക്കത്താണിരുന്നു. എന്തിനേറെ പറയണം? ഇണ്ടിപ്പ ഞങ്ങളെ അവസ്ഥ എന്തേ? ഞങ്ങൾക്ക് ഒട്രാസി തിന്നോ കിട്ടിയമേ, അത് സമത്തരേ ആവണോട്ടെന്തോ ഞങ്ങൾക്കില്ല. ഒട്രാസി തിന്നോ കിട്ടിയമേ, അങ്ങനല്ലേ? അതാരെ പൈസ വേണമെങ്കിലും ലൂട്ടിട്ട് തിന്നതും ഒരു മടിയുമില്ല. എത്ര ഞങ്ങൾ ഗുലും കാക്കട ചെന്നെങ്കിൽ പിന്നൊരുത്തര പൈസ, പിന്നൊരുത്തര സ്വത്തു, അവന്റെ സമ്മതം ഇല്ലാണ്ട്, അവന്റെ പൊരുത്ത ഇല്ലാണ്ട് എത്ര ഞങ്ങൾ ഉൾകയിട. അള്ളാഹുടെ പേടിയുന്ന മനുഷ്യകു അങ്ങനെ പിന്നൊരുത്തര പൈസ ഉൾകടകു മനസ്സ് വേണ്ട. പടച്ച റബ്ബടെ സീക്ക് എപ്പം പേടിച്ചോണ്ടിരിക്കണ്ടേ? എപ്പ റബ്ബടെ ഭാഗത്തെ ആഫത്തും മുസീബത്തും വേണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കണ്ടേ? പക്ഷെ നബവി ഇമാം അങ്ങനെയല്ലല്ലേ? നബവി ഇമാം റളിയല്ലാഹു അൻഹു മഹാന്റെ വിഷയത്തില് ഇമാം ഇങ്ങ ചൊന്നമേന്ദ്രേ വമിൻ വറഇഹി. ആ നബവി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയിൽപ്പെട്ടതാണ്. എന്താണ് നബവി ഇമാമിന്റെ സൂക്ഷ്മത? നബവി ഇമാമിന്റെ മുട്ട ഫ്രൂട്ട്സ് വന്നെങ്കുല നബവി ഇമാം എതിർലുള്ള ഫ്രൂട്ട്സ് കേട്ടോണ്ടിന്തൂല ഇത് യൗഡ്ര ഫ്രൂട്ട്സ് ಇಂಡಿಪ್ಪ ಎಂಗಂತೆ ಫ್ರೂಟ್ಸ್ ನಂಗ ಕೇಕಡ ಇದು ಎವ್ಡ್ರು ಫ್ರೂಟ್ಸ್ ಎಂದೆ ಮಾಂಗ ಹತ್ರ ಮದರ ಇಲ್ಲ ಪುಲಿ ಅಪ್ಪ ಕೇಕಡ ಇದು ಏದ್ ಅಂಗಡಿ ಇಡ್ತಾರೆ ಎಂದಿಗೆ ಇನ್ನು 4 ಔಡ್ರ್ എടുത്തറണ്ടാ എന്തേ 4 കിട്ടത് പുലി ആയിട്ടിക്കൂ അതുകൊണ്ട് ഔഡർ എടുത്തറ അതൊക്കെ കേക്കുവാ നങ്ങ നബവിമ അങ്ങനല്ല കേക്കടെ പിന്നെ ഇത് ഏത് റായത്തെ വന്ന ഫ്രൂട്ട്സ് എല്ലാ റായത്തും ഒരുപോലത്തെ ഫ്രൂട്ട്സ് ഇക്കില്ല ചില റായത്തില് എങ്ങനത്തെ ഫ്രൂട്ട്സ് വേണം കിട്ടും ചില റായത്തില് ഒരാൾ ജൊന്തു ഉസ്താദ് മുഞ്ഞാണ്ട് ഒരാൾ അതിലിങ്ങനെ മാങ്ങ തിണ്ടോണ്ട് നോക്കുമ്പോ അയാൾക്ക് ഷുഗറും ഉണ്ട് ഷുഗർ നമുക്ക് മാങ്ങ അത്ര നല്ല അല്ലാണ്ട് ചൊല്ലാറ് അല്ലാഹു അലം ഇപ്പൊ ഏത് നല്ല അല്ലാണ്ട് എന്തും ഗൊത്താവില്ല ഒരെണ്ണം ചൊല്ലെ പിന്നൊരെണ്ണം ചൊല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു കാലല്ലേ അപ്പൊ ഇയാൾ ചൊന്തു ഉസ്താദ് മാങ്ങ എപ്പോഴും കിട്ടില്ലല്ലേ ഉസ്താദ് ഇപ്പൊ കിട്ടപ്പ തിന്ന ഇപ്പൊ ഷുഗർ യാരെങ്കിലും ഇല്ലല്ലേ മാങ്ങയുടെ സീസൺ കഴിഞ്ഞ പിന്നെ കൺട്രോൾ ആക്കാൻ അപ്പൊ പിന്നെ നോർമൽ ലെവൽക്ക് പറു ಅದರ ನಡುಕು ಗೊಟ್ಟಕಾಯಂಗ್ പോയമേ അപ്പൊ പിന്നെ എല്ലാം ചൊല്ലേണ്ടൊന്നുണ്ടോ അത് അല്ല വിധിച്ച പോലെ ഇക്കിടല്ലേ ഉസ്താദ് അല്ല യന്ത്ര വിധിച്ചിട്ട് ഇക്കട അതുപോലെ ഇക്കിട് അപ്പൊ നബവി ഇമാം അങ്ങനല്ല വമിൻ വറഇഹി
നബവി ഇമാം റളിയല്ലാഹു അൻഹുയുടെ സൂക്ഷ്മത്തെ ചെന്ന കൂട്ടത്തിൽ മഹാന്മാർ കിതാബിൽ എഴുതി വെച്ചതുണ്ട്. നബവി ഇമാമിന്റെ എതിർള്ള ഫ്രൂട്ട്സ് കണ്ടെങ്കിൽ നബവി ഇമാം കേൾക്കുള്ള ഇത് ഏതൊരായത്തെ ഫ്രൂട്ട്സ് അപ്പ ഫാക്കിഹത്തു ദിമഷ്ക് ഡമസ്കസ് ഫ്രൂട്ട് ഉണ്ട് മീത്തു ചൊന്നെങ്കില് പിന്നെ നബവി ഇമാം അതിര തിന്നാലാൻ ഈ ഫ്രൂട്ട് ഡമസ്കസ് ഫ്രൂട്ട് ഉണ്ട്. ഇനിയിപ്പൊ ഉണ്ട് നിങ്ങ ഡമസ്കസ് ഫ്രൂട്ട് ചെന്നിട്ട് തിന്നാട്ട് എന്തൊക്കെയുണ്ട് അണ്ടത്തെ കാലത്തെ വിഷയമുണ്ട്. അത് ഡമസ്കസ് ഫ്രൂട്ട് കൊണ്ട് വിഷയം കിട്ടിയെങ്കിൽ നബവി ഇമാം ആ ഫ്രൂട്ട്സ് തിന്നാലുള്ള എന്റെ കാരണം ആ ഡമസ്കസിലുള്ള യാരത്തെ ഫ്രൂട്ട്സും യതീമീങ്ങളെ പേരിൽ വഖഫാക്കിയതുള്ള. അപ്പൊ യതീമീങ്ങളെ പേരിൽ വഖഫാക്കിയതായ ഒരു ഫ്രൂട്ട്സു നന്റെ ബാത്തിലായി പോണ്ട വേണ്ട ചൊല്ലുന്ന ഒരു സൂക്ഷ്മത്തെ എല്ലോ അങ്ങനെയല്ല യാരത്തതും അങ്ങനെ. അപ്പൊ നന്റെ ബാത്തൊക്കെ പോകേണ്ട ഫ്രൂട്ട്സ് അങ്ങനത്തെ മീത്തു ആയി പോയെങ്കിലാ ഞങ്ങ എങ്ങനെ വെക്കടയുള്ളൂ. അതല്ലാത്തത് ഉണ്ടല്ലേ അതായിട്ടിക്കോ ചാൻസ് ഇക്കുവല്ലേ അപ്പൊ തിന്ന നങ്ങ അങ്ങനെ വെക്കടേ അങ്ങനെ വെച്ചെങ്കാവാലേ അങ്ങ് മഹാന്മാരല്ലേ അങ്ങനെ വെക്കണു. എങ്ങനെ വെക്കണു യാരത്തതും അങ്ങനത്തതല്ലേ. അപ്പൊ നന്റെ ബാത്തൊക്കെ വന്നിട്ട് ബൂൾഡത് അങ്ങനത്തതായി പോയെങ്കിലാ അതാവാലേ. കാരണം ചെറിയ ആയുസ്സിനിടയിൽ വലിയ ബർക്കത്ത് കിട്ടിയ മഹാനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ആ നബവി ഇമാം ഇങ്ങനെ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ കിതാബ് ഇങ്ങനെ എഴുതാണ്. ആ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ക്ഷീണം വന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം വന്നു പോകും. എപ്പോഴും ഒരുപോലെയല്ല. നിരന്തരം കിതാബ് ഇങ്ങനെ എഴുതുമ്പോ ഇടയ്ക്കൊന്ന് ക്ഷീണം വന്നു പോയി. ആ ക്ഷീണം വന്നാൽ ഫയളഉ ഖലമഹു ആ നബവി ഇമാം റളിയല്ലാഹു അൻഹു പേനയങ്ങെടുത്ത് നിലത്ത് വെക്കൂ, പേനയങ്ങ് മാറ്റി വെക്കൂ. എന്നിട്ടതാ അവിടുന്ന് കരയൂ. കരഞ്ഞുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ പാടാനില്ല. ഇൻകാന ഹാദാ ദമഉ യജ്രി സ്വബാബതൻ അലാ ഗൈരി സഅദി ഫഹുവ ദമഉ മുളയ്യഉ. എന്താണ് ആ വരിയുടെ അർത്ഥം? അല്ലാഹുവേ, ഒരുപാട് കിതാബ് നിന്റെ ദീനിന് വേണ്ടി എഴുതിയവനാണ് ഞാൻ. ആ എഴുതിയതെല്ലാം നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിലല്ലേ എന്റെ ഈ ക്ഷീണവും ഞാൻ ഈ എഴുതിയതും അധ്വാനിച്ചതുമെല്ലാം അതെല്ലാം ഉപകാരത്തിന് വരുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ എഴുതിയപ്പോൾ എനിക്ക് ക്ഷീണമുണ്ടായത്, ഞാനതാ തളർന്നു പോയത്, ഞാനതാ പ്രയാസം നേരിട്ടത്, ഇതെല്ലാം നിന്റെ പൊരുത്തത്തിനല്ല എങ്കിലോ പേരിനാണോ, പെരുമക്കാണോ, പ്രശസ്തിക്കാണോ, സ്ഥാനമാനത്തിനാണോ? എന്നാൽ അത് പാഴായി പോകുന്ന അധ്വാനമാണ്, നഷ്ടപ്പെട്ടു പോകുന്ന പരിശ്രമമാണ്, പാഴായി പോകുന്ന കണ്ണുനീരാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇവിടെ ഈ ഉറച്ച പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ മഹാനവരികൾ ശ്രമിച്ചത് അങ്ങനെയാണ്. ഓ രക്ഷിതാക്കളെ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ഇനിയും സുന്നത്ത് ജമാഅത്തിന് ഒരുപാട് കാവൽഭടന്മാര് വേണം. അതിന് മലക്കുകൾ ഇറങ്ങി വരണമെന്നില്ല, ഇനി അമ്പിയാക്കൾ വരാറില്ല. ഞാൻ ഈ പറയുന്നത് രക്ഷിതാക്കൾ ശരിക്കും കേൾക്കണോ? മരക്കപ്പുറത്തിരുന്ന് വാല് കേൾക്കുന്ന ഉമ്മമാരെ, വാല് കേൾക്കുന്ന സഹോദരിമാരെ ശരിക്കും മനസ്സിലാക്കണം. ഇനി ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ഇനി ഒരു നബി വരാനില്ല. അവസാനത്തെ നബിയും റസൂലുമാരാണ്. അത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നബി വരാനില്ല, ഒരു റസൂൽ വരാനില്ല. അതുകൊണ്ടാണ് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന മനുഷ്യൻ നബിയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരളത്തിലുമുണ്ട്, കർണാടകയിലുമുണ്ട്. ആ രണ്ട് വിഭാഗവും സമസ്ത. ഇവിടത്തെ ഖാളിയാണ് ഞങ്ങളുടെയൊക്കെ ഗുരുവര്യരായ ശൈഖുന ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുകൾ ഉള്ളാളിലെ ഖാളിയാണ്. അല്ലാഹു ആ തണല് ദീർഘകാലം അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഒരുപാട് ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുത്ത് മദനിത്തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് ആ തനിമ നിലനിർത്തി തരണം അല്ലാ. ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്മാരായ പണ്ഡിതന്മാർ, രണ്ട് വിഭാഗത്തിലെയും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, അവർ അന്ന് തന്നെ പ്രഖ്യാപിച്ചു അത് പിഴച്ച പ്രസ്ഥാനമാണ്. കാരണം ഇനി ഒരു നബി വരാനില്ല. ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ് ലാ നബിയ ബഅദി. എനിക്ക് ശേഷം ഒരു നബി വരികയാണെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാകേണ്ടിയിരുന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബിയാണെന്ന് എവിടെയും ഇല്ല. കാരണം എനിക്ക് ശേഷം നബി ഇല്ല. ഇനി അവസാനം ഈസാ നബി അലൈഹിസ്സലാം അവസാനം പ്രത്യക്ഷപ്പെടും. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. പക്ഷേ അവസാനം ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുന്നതും ഒരു നബിയായിട്ടല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നബിയുടെയും റസൂലിന്റെയും ഉമ്മത്തിൽപ്പെട്ട ഇമാമം മുഖ്സിത, ഒരു നീതിമാനായ ഭരണാധികാരിയായിട്ടാണ് അവസാന കാലത്ത് ഇറങ്ങി വരുന്ന നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ പ്രഖ്യാപിച്ചു ഖാദിയാനി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പിഴച്ച പ്രസ്ഥാനമാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഇനി ഇവിടെ ദീന് നിലനിർത്താൻ ഒരു നബി വരാനില്ല, ഒരു റസൂൽ വരാനില്ല. അമ്പിയാക്കൾ കഴിഞ്ഞു, സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞു, താബഈങ്ങളെ കാലം കഴിഞ്ഞു, മദ്ഹബിന്റെ ഇമാമിയങ്ങൾ വന്നു, മദ്ഹബിന്റെ ഇമാമിയങ്ങളെ പിന്തുടർന്ന് ജീവിച്ചവർ വന്നു. ഇനി ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ധാരാളം ആലിമീങ്ങൾ വേണം. ആ ആലിമീങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ഉമ്മമാരുടെ ഉത്തരവാദിത്വമാണ്, ഉപ്പമാരുടെ ഉത്തരവാദിത്വമാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറഞ്ഞില്ലേ, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത്. ഞാൻ ഇന്നും എന്റെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് ഞാൻ ആ ക്ലാസ് ഓതി കൊടുത്തിട്ടുണ്ട്. ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വആത്ത്. ഇൽമു കൊണ്ട് ജോലിയാവുക എന്നത് അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധമായതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞവിടെ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം എന്താണ്? കാരണം ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ഫർളായ ഇബാദത്തുമുണ്ട്, സുന്നത്തായ ഇബാദത്തും ഉണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുക എന്നത് അത് ഫർളായ ഇബാദത്താണ്. ലിഅന്നഹു ഫർളു കിഫായ. കാരണം അത് സാമൂഹിക ബാധ്യതയാണ്. നാട്ടിൽ ഒരാൾ ഇൽമു പഠിച്ചില്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാകും. നാട്ടിൽ ഒരാൾ ഇൽമു പഠിച്ചാൽ ആ നാട്ടുകാർ കുറ്റത്തു നിന്നെല്ലാം ഒഴിവാകും. അതാണ് ഫർള് കിഫായ, സാമൂഹിക ബാധ്യതയാണ്. അതുകൊണ്ടാണ് ആ ഇൽമു പഠിക്കുക, ഇൽമുമായി ജോലിയാവുക എന്നത് മിൻ അഫ്ളലി ത്വആത്ത്, അല്ലാഹുവിന്റെ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധമായതിൽപ്പെട്ടതാണ് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ പറയാൻ കാരണം. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ വളർത്തേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. മുതഅല്ലിമുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഇന്നും എത്രയോ പള്ളി ദർസുകളിൽ മുതഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്, അവർക്ക് വീടുകളിൽ ഭക്ഷണം നൽകുന്നുണ്ട്. ഞങ്ങളെ മൂടബിദ്രയിൽ 50-ൽ പരം മുതഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് മുഴുവനും വീടുകളിലാണ് ഭക്ഷണം. ഇന്ന് ഞാനൊരു പ്രായം ചെന്ന ഞങ്ങളെ കർണാടകയിലെ വലിയ പ്രായമുള്ള ഒരു ഉസ്താദിനെ കണ്ടു. അപ്പൊ ഉസ്താദിനെ കണ്ടപ്പോ എന്നോട് ഉസ്താദ് ചോദിച്ചു, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു വീടുകളിലാണ്. എത്ര മുതഅല്ലിമീങ്ങളുണ്ട്? 50 ജില്ലാനം, 60ന്റെ അടുക്കുണ്ട് ഒക്കെ. അപ്പോ ആ ഉസ്താദ് പറയാണ്, ആ പെണ്ണിങ്ങളെ ഒരു സബുർ ഭയങ്കര സബുറായിട്ടിക്കോ. അത് ചെറിയ സബറൊന്നും അല്ല. കാരണം ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് ഒരുക്ക കൊടുത്താ പോരാ, അത് ദിവസം കൊടുക്കണം. ദിവസം 3 നേരം ഭക്ഷണം കൊടുക്കണം. അത് ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാണ് ഉമ്മമാർ. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ.
എന്നാൽ സ്ഥാപനങ്ങളിലാകുമ്പോൾ പലരും അരി കൊടുക്കും, ഇറച്ചി കൊടുക്കും, മീൻ കൊടുക്കും, പഞ്ചസാര കൊടുക്കും, അതുപോലെ തന്നെ ചായപ്പൊടി കൊടുക്കും. അങ്ങനെ ആ പഠിക്കുന്ന കുട്ടികൾ ഭക്ഷണം കഴിക്കും. അത് ഞാൻ മുത്താലിമീങ്ങോ കൊടുത്തേ എന്നിങ്ങനെ ആരോടും പറഞ്ഞു നടക്കാൻ വകുപ്പില്ല. അത് കൊടുക്കണോ? കാരണം എന്താണ്? മുത്താലിമീങ്ങളെ വളർത്തുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അത് ഔദാര്യമല്ല. കാരണം അവർ പഠിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഫുള്ള് കുറ്റക്കാരാവും. അവർ പഠിച്ചത് കൊണ്ടാണ് നാട്ടുകാർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നത്. കാരണം അത് ഫർളു കിഫായയാണ്, സാമൂഹിക ബാധ്യതയാണ്. ഞാൻ പറഞ്ഞു വന്നത്, രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, ഉമ്മമാരിട്ട നജൊന്നോണ്ടല്ലേ മക്കളെ പഠിക്കോ കൊടുത്തോ. ചില ഉമ്മമാരുള്ളാറ് മക്കളെ ഭയങ്കര കൊണ്ടാട്ടത്തിൽ വളർത്താറ്. അല്ലാഹു ആ ഉമ്മമാർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെ എപ്പോഴും കണ്ണു മറിച്ചിട്ട് വളർത്തിരെന്തോ അല്ല. ഞങ്ങളെ ഉമ്മമാരും ഞങ്ങളെല്ലാം നല്ല കൊണ്ടാട്ടത്തില് ബംഗാറ് മോനെ കണ്ണേണ്ടാക്കിട്ടേ ഞങ്ങളെ വളർത്തിരും അല്ലേ? എങ്കിൽ ആ കൊണ്ടാട്ടം എന്നെല്ലാം ഉണ്ട്. അതിങ്ങനെ മെല്ലെ 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 കുറഞ്ഞോണ്ട് വരണം. വയസ്സ് കൂടുന്നതൊക്കെ ഇതിപ്പോ നോക്കുമ്പോ 7 കത്തര വയസ്സായത്. ഇപ്പം പണ്ടത്തെ കൊണ്ടാട്ടം നീണ്ടിട്ടില്ല. ഇവിടെ ആരെ ദാദരെ ഉമ്മാന്റെ കൊണ്ടാട്ടം. അത് മെല്ലെ 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 കാലം കൂടുന്നതനുസരിച്ച് കൊണ്ടാട്ടം ഇങ്ങനെ കുറഞ്ഞോണ്ട് വരണോ? എന്തേ കാരണോ? അയ്മ മോന്റെ ഇൽമു പഠിക്കോ കടത്തിരി ഇപ്പൊ ദർസ് ഒരു കോളേജ് കടത്തിരി നോക്കുമ്പോ 4 കോല ആക്കടെ ഓൺ ചന്തത്തിലുള്ള ഓണിಗೆ എന്തോ ഔത്ര ബിയാറെന്തും ഇല്ല. കാരണം എന്തേ ഓണു നല്ല കളിച്ചോണ്ടും പിടിച്ചോണ്ടും പഠിച്ചോണ്ടും ഓണിಗೆ അങ്ങനെ ഔത്ര ചിന്തിക്കൊന്നും നേരെയില്ല. അയ്മുഖം അവിടെ എത്തായോണ്ടുണ്ടു. ആർക്കെ? ഉമ്മായ ഒലുകു. എന്തിരേത്ത എന്റെ മോനൊന്ന് പഠിക്കോ പോയിടാ എന്തിനായിട്ടിക്കോണ്ടോ അല്ല എത്തെ വരാൻ ടിക്കാല ചൊല്ല. ഉമ്മമാർക്കല്ലാണ്ട് പിന്നെ ആർക്ക് എത്തെ പണ്ട് അബ്ബമാർക്ക് എത്തെ പണ്ടില്ലാണ്ട് കുറെ ഉമ്മമാർ ചൊല്ലേ. അത് വെറുതെ അബ്ബമാർക്കും എത്തെ പണ്ട് അബ്ബമാർ കാട്ടില്ല. എന്ത് കാരണം? അബ്ബമാർ കാട്ടിയെങ്കിൽ ഉമ്മമാരെ എത്തെ പാടം കൂടൂ. ഉമ്മമാരെ ഈ ആണിങ്ങാട്ട് ചൊന്നെങ്കിൽ നിങ്ങൾ എന്തൊരു പേരിച്ചില്ല, ഇങ്ങെന്തു ടെൻഷൻ ഇല്ലാണ്ടാ. അപ്പൊ ഇങ്ങനെ മുകളിൽ നോക്കുമ്പോ എന്തൊരു ചിരി നോക്ക. ഈ ചിരി ഒന്ന് ഔത്തുള്ള ചിരിച്ച് കാട്ടു നോക്കാം. ഇപ്പൊ എന്തോ ഒരു ചിരിയും എന്തോ ഒരു കൊസിയും എന്തോ ഒരു സന്തോലത്തിൽ വെച്ചത് കണ്ട് അല്ലാഹുവേ മരിക്കുമ്പോ ഈ ചിരിക്കിടെ മുഖത്തിൽ മരിക്കുക നീ തൗഫീഖ് താ അല്ലാഹ്. അത് ഇത്തര നേരായിട്ടും ഈ സദസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടുള്ള ഇൽമു നീ കാരണമാക്കി താ അല്ലാഹ്. നാ ചമ്മെന്തോ നീട്ടിട്ട് വാൾ ചൊല്ലോ എന്ത് പോണ്ടില്ല. 5 ഗಂಟೆಗೆ ನಾನು ನಿಪ್ಪಾಟ ನಾ ಬೇರ್ಚ ಇಂಡು ഇന്നലെ ഇണ്ടെല്ലാം കോളാക്കി ചൊന്നാറ്. ഫസ്റ്റ് ഉസ്താദിരെ വാള്, പിന്നെ പേരോട് ഉസ്താദിരെ വാള്. അപ്പൊ അൽഹംദുലില്ലാ റാഹത്തായിട്ട്. ഇന്നലെ വീട്ടിലത്ത് വാള് കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോ ചമ്മ ലേറ്റായിട്ട്. അപ്പൊ പിന്നെ ഏതായാലും ഇണ്ട് തെല്ല് വേഗ പോയിട്ട് തെല്ല് ഉറങ്ങല്ലേണ്ടായി. നോക്കുമ്പോ പിന്നെ ബില്ല് കണ്ടിട്ട് ഉസ്താദ് വേഗ ട്രെയിനിಗೆ ഫോണുള്ള ഫസ്റ്റ് ഉസ്താദെ വാൾ ചൊല്ലൂല, പിന്നെ നിങ്ങ വാൾ ചൊല്ലോണ പിന്നെ ചൊല്ലുമ്പോ ഞങ്ങൾ എന്തോ ആക്കോകാവില്ലല്ലേ. അള്ളാഹു ഞങ്ങളെ പേരോട് ഉസ്താദ് അള്ളാഹു വലിയ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പേരോട് ഉസ്താദ് അണ്ടു ഇണ്ടും എപ്പോ ഞങ്ങൾക്ക് വലിയ ആവേശമല്ലേ. ഞങ്ങളെ വാള് പഠിച്ചമേ ഉസ്താദിന്റെ വാള് കേട്ടിട്ട്. സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾ പണ്ടത്തെ ഇമാമികളെ ചരിത്രമല്ല ചൊന്നോണ്ടുള്ള ഇണ്ട്. പേരോട് ഉസ്താദിന്റെ വാള് ചൊന്നെങ്കിൽ കാലി ഒരു വാളല്ല, കാലി ഒരു പാട്ടല്ല, വെറുതെ തമാശ അല്ല, ബിഗിൽസ് അല്ല, ബഡൽസ് അല്ല, ബഡൽ ബുഡ്രല്ല, ബണ്ടൽ ബുഡ്രല്ല. പേരോട് ഉസ്താദിന്റെ വാളു ചൊന്നെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ദീൻ ഇണ്ട് നോക്കുന്ന ഇപ്പടെ എത്ര നേരെ ചൊന്തു. ആ ചൊന്നതെല്ലാം ദീന് മാത്ര, ദീനല്ലാത്തത് എന്തും ആ പൽക്കത്തെ നടുവിൽ വന്നിട്ടില്ലേ. ഒരു തമാശ ചൊല്ലെങ്കിൽ പോലും അത് ദീന്, അതെല്ലാവർക്കും ആവണോട്ടില്ലേ. അത് അണ്ടും ഇണ്ടും ഞങ്ങൾ കർണാടകത്ത് ഞങ്ങൾ പേരോട് ഉസ്താദിനെ കാണുവസൂറായിട്ട് എത്ര കാലായിട്ട് പേരോട് ഉസ്താദ് മുത്തല്ലിമായി പഠിക്കുന്ന ടൈമിലെ കർണാടകത്ത് വാളുക വന്നോ ഇൻതോല ഇണ്ട്. ഉസ്താദിനെ താടിന് ഒന്നും കറുത്തതില്ലാണ്ട് കണ്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് നോക്കിയെങ്കിൽ ചിലപ്പോ കറുത്തത് കാണും. എല്ലാം വെൽത്തിറ്. ഞങ്ങൾക്കത് കാണുമ്പോ പേടിയാവിടും. അല്ലാഹുവേ നീ ഞങ്ങൾ ആയുസ് നല്ല ആഫിയത്തോടുകൂടെ ഇനിയും ദീർഘകാലം ഞങ്ങൾക്ക് നേതൃത്വത്തോടെ നീ നിലനിർത്തി കൊടുക്കും റഹ്മാനെ. ഇല്ലേ? പക്ഷെ ഇണ്ടും ആ പണ്ടത്തെ അതേ പ്രസംഗത്തെ സ്ട്രോങ് ഇണ്ടും കുറേ ആയിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് ചൊല്ലുമ്പോ അതായിട്ടിക്കട ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങ ഉള്ളാളത്തെ ഉറൂസുൽ പ്രസംഗിക്കുമ്പോ മഹാന്റെ മറക്കുകയാവില്ലേ, മഹാന്റെ ಬಗ್ಗೆ പേര് ചൊല്ലാണ്ടിക്കുകയാവില്ലേ. ഇണ്ട് ഉള്ളാളത്തെ ഉറൂസുൽ ഞങ്ങളുടെ വന്ന് വാൽ ചൊല്ല താജുൽ ഉലമ ഇന്ന കാലത്തില്
ഞങ്ങൾ അവിടെ വെച്ചിട്ട് അണ്ട് ബന്നോ ഇന്ന് ഔലിയാക്കന്മാർ സ്റ്റേജിൽ നിന്നിട്ട് വാളു ചൊന്നത് ഞങ്ങൾ സദസ്സിൽ വെച്ചിട്ട് കേട്ടോണ്ടിന്ന അണ്ട് ആ ബന്ധങ്ങളെല്ലാം വാള് ബഹുമാനപ്പെട്ട തങ്ങ വെച്ചിട്ട് കേട്ടോണ്ടിരുന്നു. എന്തൊരു പേടി. വാളു ചൊല്ലങ്ങളെല്ലാം ഒരു കണ്ണ് സദസ്സിൽ നിന്നെങ്കും പിന്നൊരു കണ്ണും എല്ലാം ഇപ്പുറമേ ഉണ്ടു. കാരണം ആരുടെ തെച്ചിരെ ഗർജിക്കുന്ന സിംഹമാണ്. തങ്ങളെ എതിർല് എന്തും ചൊന്നേങ്ക ആവാലെ കാലി ഹക്ക് മാത്രമേ ചൊല്ലാവൂ. ആ ഹക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും അവിടെ വന്നെങ്കിൽ അപ്പ കൊടയും. ഇഷ്ടായെങ്കിൽ ഭാര്യ പ്രോത്സാഹം കൊടുക്കും. അള്ളാഹു അങ്ങനെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അള്ളാഹ് നീ അങ്ങനെ ദറജ വർദ്ധിപ്പിക്ക റഹ്മാനെ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നോ. അപ്പൊ കൊണ്ടാട്ടത്തില് ബൽത്തണ്ടാട്ടല്ല നല്ല മോനെ കണ്ണാക്കിട്ട്. പക്ഷേ പഠിക്കോ കടത്തിയെങ്കില് അപ്പ കോലാക്കിട്ട് അവന്റെ പാടം നെനപ്പാക്കടതാവല്ല. മുഞ്ഞാണ്ട് ഞങ്ങളെ ദർസില് ഈ കുറി പുതിയ ഒരു അഡ്മിഷനായപ്പ പുതിയ മക്കളെല്ലാരും ദൈപ്പാട്ടിട്ട് ഒന്ന് പൽക്കറിഞ്ഞ ചെറിയ മക്കല്ലേ ഔത്തര ഉമ്മട നിരിക്കൂ. കാരണം ഞങ്ങ പഠിക്കോ പോയപ്പോ പണ്ട് ഞങ്ങൾക്കും ഉമ്മട നിരിച്ചു. അങ്ങനെ നിരിച്ചപ്പോ നാണ് ചെയ്ത കക്കൂസ് പോയി പുൽപുട്ട് എന്താ ചൊല്ലു. അവിടെ പുൽപുട്ടെങ്കിൽ ആരും കാണില്ലേ. ആൽമാര നടുവിൽ പുൽപുട്ടെങ്കിൽ എല്ലാരും കാണ്ട്. അപ്പൊ നോക്കുമ്പോ ഒരു കിടാവിടട്ട കേട്ടെ നിന്റെ അബ്ബ എന്തരാക്കട്ടില്ല കേട്ടെ. നിന്റെ അബ്ബ എന്തരാക്കട്ടെ കൊണ്ടിട്ട് അബ്ബടെ കേട്ടെ ഉമ്മടെ കേട്ടല്ല. നിന്റെ അബ്ബ എന്തരാക്കട്ടെ എന്ന് കേട്ടെ. എടുത്ത വായി കൊണ്ട് ചെന്ന ഉത്തരം എന്ത് ചൊല്ലൂല്ലേ പുൽപുട ചോറാക്കിയ. സുബ്ഹാനല്ലാ. നാ പേരിച്ച എന്തികായിട്ട് കൊണ്ടിട്ട് ഞാൻ ഇത് കേട്ടെ പോവാ കേക്കാണ്ടിക്കണമേ നല്ലായിട്ട് പേരിച്ച നോക്കുമ്പോ കേട്ടെ പുൽപുട്ട. അപ്പൊ എല്ലാം കലിഞ്ഞ പിന്നെ എല്ലാരെ കടത്തിട്ട് മെല്ലെ കൊണ്ടേൽ കേട്ടെ നിന്റെ അബ്ബ ഇല്ലേ കേട്ടെ. ചൊന്ന പുൽപുടുമ്പോ നക്കുവാ ടെൻഷൻ ആയിട്ട് മീത്തു അബ്ബ ഒന്ന് മറിച്ചിട്ടിക്കുക അല്ലെങ്കിൽ മീത്തു വിട്ടുപോയിട്ടിക്കുക. അങ്ങനെ ബുൽപ്പ് വന്നപ്പോ നക്കോ സംശയം. അപ്പോ ചെന്ന അല്ല ഉസ്താദ് നാ കുമ്മടെ നെനപ്പാവിടൂ എന്ന് കൊണ്ട് അബ്ബടെ കേൾക്കുമ്പോൾ കുമ്മടെ നെനപ്പായപ്പോ അത്രത്തോലും സമയം ഞാനിങ്ങനെ ഒരു ചെറിയ മക്കല്ലേ. അബ്ബടെ കേട്ടപ്പോൾ ഉമ്മടെ നെനപ്പായി. അല്ല ഉസ്താദ് ഉമ്മടെ നെനപ്പായത്ത് ഉസ്താദേ ഒക്കെ ഉമ്മടെ നെനപ്പായോ. അല്ല നാന് എപ്പോ എന്റെ ഉമ്മടെ ബുട്ടുട്ട് ഇന്നിട്ടില്ല ഉസ്താദ്. എപ്പത്തുക്കും നാൻ എന്റെ ഉമ്മടെ ബുട്ടുട്ട് ഇന്നിട്ടില്ല. എപ്പം നാൻ എന്റെ ഉമ്മടിട്ടമേ ഇന്ന് എന്റെ ഉമ്മടെ ബുട്ടുട്ട് ഇന്നിട്ടില്ല. ഓക്കെ അപ്പൊ നാ ഓണ്ടിയിൽ കേട്ടെ ഇപ്പൊ നിന്റെ ഉമ്മ നിന്റെ ബുട്ടിട്ടുണ്ടല്ലേ. ഇപ്പൊ നിന്റെ ഉമ്മ നിന്റെ ബുട്ടിട്ടുണ്ടല്ലേ ഔത്തുൽ. നീനു നിന്റെ ഉമ്മയുടെ ബുട്ടിക്ക് വിലയില്ല. പിന്നെ അവിടെ ചെന്നിട്ടുള്ള സമാധാനാക്കി. ഞാൻ പറഞ്ഞു വന്നത് നമുക്കിനി ആലിമീങ്ങൾ വേണം. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരൂല. മലക്കുകളല്ല മനുഷ്യരിൽ ആലിമീങ്ങൾ വേണം. അത് നമ്മുടെ മക്കളാണ് കേട്ടോ. ഇവിടെ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതേ മഹാനവരുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതുപോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ വിട പറഞ്ഞു പോയി. അതുപോലെ റഈസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് വിട പറഞ്ഞു പോയി. നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹുമാ അവരെല്ലാം വിട പറഞ്ഞു പോയി. ഇനി നമുക്കിവിടെ സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഇവിടെ ആലിമീങ്ങൾ വേണം കേട്ടോ. പണ്ഡിതന്മാര് വേണം കേട്ടോ. ഞാൻ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, അതിന് ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കേണ്ടത് എന്റെ ഉമ്മമാരായ നിങ്ങളാണ് കേട്ടോ. നിങ്ങളൊരു തീരുമാനമെടുക്കണോ, എന്റെ മോനെ ഞാനൊരു ആലിമാക്കും. ആലിമാക്കിയാൽ മകൻ ആലിമാണെന്നത് കൊണ്ട് പാപ്പക്കൊരു കുറവുമില്ല കേട്ടോ. ഉമ്മയും ഒരാളെ മുന്നിലും ചെറുതാവുകയില്ല കേട്ടോ. ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ബാപ്പമാര് ഞങ്ങളെ ഇൽമു പഠിക്കാൻ പറഞ്ഞയച്ചതുകൊണ്ട് പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ കുടുംബക്കാർക്കിടയിലോ നാട്ടുകാർക്കിടയിലോ ഒരാൾക്കിടയിലും ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ചെറുതായിട്ടില്ല കേട്ടോ. ചെറുതാകേണ്ടി വന്നിട്ടില്ല കേട്ടോ.
ഓ ഉമ്മമാരെ, മക്കളെ ആലിമീങ്ങളാക്കി എടുക്കാം, നന്നായി ഉത്സാഹിക്കണോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു മാനവരികൾ ഉമ്മാന്റെ വയറ്റിന്ന് വരുമ്പോഴേക്ക് ആലിമായി വന്നതല്ലല്ലോ. കുട്ടിക്കാലത്ത് വലിയ അത്ഭുതം കാണുകയാണ്. എന്താണ് കുട്ടിക്കാലത്തുള്ള അത്ഭുതം? ആലിമീങ്ങളാണ് ഇവിടെ ദീൻ നിലനിർത്തുന്നത്. ആലിമീങ്ങളാണ് ഇവിടെ പ്രവർത്തനത്തിലും മുന്നിൽ നിൽക്കേണ്ടത്. ആ ആലിമീങ്ങൾ മുന്നിൽ നിന്നാൽ അതിനെല്ലാം വലിയ ഫലമാണ് കേട്ടോ. ഈ അടുത്ത് മംഗലാപുരത്ത് അതേ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ബില്ലിനെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. അതിൽ നിങ്ങൾ കൂടിയതാണല്ലോ. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളാ. ആ സുന്നത്ത് ജമാഅത്തിലെ 2 വിഭാഗം ആലിമീങ്ങളും അതാ മുന്നിൽ നിന്ന് നേതൃത്വം നൽകി. എല്ലാവരും അണിനിരന്നുപോയി. മംഗലാപുരം മട്യാർ ഷാഗാർഡനിൽ എത്ര ആളുകളാണ് ഒരുമിച്ച് കൂടിയത്. അത് വിജയിച്ചല്ലോ. എന്തുകൊണ്ടാണ് വിജയിച്ചത്? അവിടെ ആലിമീങ്ങൾ മുന്നിൽ നിന്നല്ലോ. അതുകൊണ്ടാണ് അൽ ഉലമാഉ, പണ്ഡിതന്മാർ ഉമ്മത്തിനെ നയിക്കുന്ന നേതാക്കളാണ് കേട്ടോ. ആ ആലിമീങ്ങൾ എല്ലാ വിഷയത്തിലും മുന്നിലാണ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ആഴ്ച ഞാൻ അതാ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ വാലിന് പോയി. ഒരു ദിവസം വാല് പറയാൻ പോയതാണ്. അന്തമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പെട്ടതാണ്. പക്ഷെ ഇന്ത്യയിൽ പെട്ടതാണെങ്കിലും ഇന്ത്യയും അതും ഒരുപാട് വ്യത്യാസമുണ്ട്. ചമ്മ വ്യത്യാസമുണ്ട്. എന്തേ കാരണം? അവിടെ ലുഹുർ ബാങ്ക് അവിടെ പോണന്നര ഗಂಟೆಗೆ ലുഹുർ ബാങ്ക്. 4 രാത്രി എവിടെയെങ്കിലും ആ ടൈമിൽ ലുഹുർ ബാങ്ക് ഉണ്ടാ. അവിടെ പോണന്നരക്ക് ലുഹുർ ബാങ്ക്. ഇന്ത്യയിൽപ്പെട്ട പക്ക 2:30 ഗಂಟೆ ആവുമ്പോ അസർ ബാങ്ക് കൊടുത്തിട്ടായിട്ട് 5:30 ഗಂಟೆ ആവുമ്പോ മഗ്രിബായിട്ടായിട്ട്. ഇന്ത്യത്തിൽപ്പെട്ട ഒരു പക്ക അന്തമാൻ നിക്കോബാർ ദ്വീപ്. സുബ്ഹാന ജല്ല ജലാല. അവിടെ നോക്കുമ്പോ മലയാളിങ്ങൾ ഉള്ളാർ. അവിടെ കാര്യമായിട്ട് വാലെല്ലാം കലഞ്ഞിട്ട് അവിടെ കാര്യകർത്തമാർ ചൊന്നാരോ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ജയിൽ കാട്ടാണ്. അവിടെ സ്റ്റേജിൽ സന്മാനാക്കിയെന്തിനാന്ന് തോന്നുന്നുണ്ട, ജയിലിന്റെ ഫോട്ടോ തന്നിട്ട് സന്മാനാക്കിയോ. അപ്പൊ നാക്കേട്ടെ ഇങ്ങനെ ഒന്നുണ്ട്. ജയിലിന്റെ ഫോട്ടോ തന്നിട്ട് നോക്കുമ്പോ അന്തമാൻ ദ്വീപിലു പ്രധാനപ്പെട്ട ഒരു ജയിലുണ്ട്. ആ ജയിലിന്റെ പേരായിട്ട് സെല്ലുലാർ ജയിൽ എന്നിട്ട് ബുക്കിലുള്ള മക്ക പഠിക്കട ബുക്കിലുള്ള കാണ്ട് സെല്ലുലാർ ജയിൽ. ആ സെല്ലുലാർ ജയിലിന്റെ പ്രത്യേകത എന്തിനെ? പണ്ട് ഞങ്ങളെ റായത്തെ ആൽമാര് ബ്രിട്ടീഷ് ഞങ്ങളെ റായത്തെ നിൽക്കുമ്പോ അണ്ട് ഞങ്ങളെ റായത്തെ ഞങ്ങളെ ഹിറിയങ്ങളെ ഉടനെ റായത്തെ കടത്തിയ അപ്പറ അവിടെ കടത്തിട്ട് അവിടെ ഒരു ജയിലില് സെല്ലുലാർ ജയിലിൽ ഇട്ടിട്ട് അവിടെ ഞങ്ങളെ ഹിറിയങ്ങളെ ബ്രിട്ടീഷ് ആക്രമിച്ച ജയിലായിട്ടിക്കണത്. അവിടെ നോക്കുമ്പോ ഇപ്പം അവിടെ ഓരോ ഫോട്ടോ കാണ്ട് ഞങ്ങളെ ഹിറിയങ്ങളെ ബ്രിട്ടീഷർ ആക്രമിച്ച രൂപ ಅದರ ശൈലി അത് ഇപ്പം അവിടെ ഫോട്ടോ കാണ്ട് ചെങ്ങലിൽ കെട്ടിവെച്ചിട്ട് വലിയ വലിയ ദിന്നത്തെ ബസ് അങ്ങനെ കൊണ്ടിട്ട് പൊറുപ്പാട്ടിട്ട് അങ്ങനെ മുതൽ വെച്ചു കൊടുത്തിട്ടു അങ്ങ് നടക്കാവാത്ത പോലെ അങ്ങനെ കെട്ടിവെച്ചിട്ട് ഏനംത്തെ ശിക്ഷങ്ങ കോലുലങ്ങനെ വലിയ കോലുലങ്ങനെ കെട്ടിവെച്ചിട്ട് മുതലു ചാട്ട് കൊണ്ടിട്ട് അടിച്ചിട്ട് അങ്ങനെ മുതലു ഗായപെറുമാട്ടിട്ട് നിരന്തരമായിട്ട് അങ്ങനെ പീഡിപ്പിച്ചിട്ട് ആക്രമിച്ചിട്ട് ഞങ്ങളെ ഹിറിയങ്ങളെ അക്കൂട്ടത്തില് കേരളത്തെ പോയ ഹിറിയങ്ങ ഉള്ളാർ. അവിടെ പോയി നോക്കുമ്പോ അവിടെ ഓരോ പക്കത്തെ പേര് എന്തേ? ഒന്ന് കാലിക്കറ്റ്, അന്തമാൻ നിക്കോബാറിലെ കാലിക്കറ്റ്, പിന്നൊന്ന് മണ്ണാർക്കാട്, പിന്നൊന്ന് തിരൂർ, പിന്നൊന്ന് വണ്ടൂർ. ഇതെല്ലാം നോക്കുമ്പോ കേരളത്തെ ഓരോ റായത്തെ പേര് അവിടെ വെച്ചത്. അതെന്തേ? പണ്ടത്തെ ഈ റായത്തെ ഹിറിയങ്ങളെ ബ്രിട്ടീഷ് അവിടെ കടത്തിയപ്പോ അങ്ങ് അവിടെ പോയിട്ട് അവിടെ റായത്തെ അങ്ങനത്തെ ഓരോ പേര് വെച്ചാർ. അങ്ങനെ റായത്തെ പേര് പോലെ. എങ്കിൽ ആ അന്തമാൻ നിക്കോബാർ ദ്വീപിൽ പോയിട്ട് ഫ്ലൈറ്റിൽ ഞപ്പാ ആദ്യമായി പ്രവർത്തകർ പറഞ്ഞു നമുക്കിവിടെ ഒരു മഹാനെ സിയാറത്ത് ചെയ്യാം. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് ആ മഹാനെ സിയാറത്ത് ചെയ്യാനാണ്.
ആരാണത്? ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ നിന്ന് ബ്രിട്ടീഷുകാര് നാടുകടത്തിയ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാര് നാടുകടത്തി അന്ന് ആക്രമിച്ച് പീഡിപ്പിച്ച് ആ ബ്രിട്ടീഷുകാരുടെ പീഡനം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ പണ്ഡിതനായ അല്ലാമ ഫളുൽ ഹഖ് ഖൈറാബാദി റഹിമഹുല്ലാഹ് ഹനഫി പണ്ഡിതനാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ധാരാളം പുകഴ്ത്തിയിട്ട് അതേ മദ്ഹുകൾ രചിച്ച മഹാനാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത് അതേ ദീനിൽപ്പെട്ട ഒരു ജിഹാദാണെന്ന് പോലും കിതാബ് രചിച്ച മഹാനാണ്. ആ കിതാബ് രചിച്ച് ഒരുപാട് അനുയായികള് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാ പറഞ്ഞയച്ച മഹാനാണ്. ഇന്നും അന്തമാൻ നിക്കോബാർ ദ്വീപിൽ ചെന്നാൽ അവിടെ വലിയ പ്രൗഢിയോടുകൂടി അല്ലാമ ഫളുൽ ഹഖ് ഖൈറാബാദി റളിയല്ലാഹു അൻഹു അവിടെ അന്തി ഉറങ്ങുന്നത് കാണാം. ആ മഹാനവരുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സന്നിയില്ല സമരം ചെയ്ത മഹാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവരെപ്പോഴും മുന്നിലാണ് കേട്ടോ. ആ രൂപത്തിലുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ ഇവിടെ ദീന നിലനിർത്താൻ നമുക്കിനിയും ആവശ്യമാണ്. അതിന് ഉമ്മമാര് നിങ്ങളെ മക്കളെ അല്ലാഹുവിന്റെ ദീനിന്റെ പണ്ഡിതന്മാരായി വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ നന്നായി ഉത്സാഹിക്കണേ എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ ആകെ വീട്ടിൽ ഇങ്ങനെ കലഹിച്ച് നടന്ന പറ്റൂല, കുടുംബത്തിൽ കലഹിച്ച് നടന്ന പറ്റൂല, അയൽ വീട്ടുകാർക്കിടയിൽ കലഹിച്ച് നടന്ന പറ്റൂല. ഞങ്ങൾക്ക് ഇന്നിപ്പോ അതൊന്നും ചിന്തിക്കാൻ നേരമില്ല. ആകെ വീട്ടിലാകെ പ്രശ്നമാണ്, വീട്ടിലാകെ ഗുലുമാല. ഞാൻ എപ്പോഴും ചൊല്ലേണ്ടുണ്ട്, ഔത്തുല് കലാട്ടാവുമ്പോ ഉമ്മമാരെ ഔത്തുല് കലാട്ടാവാത്ത ഒരു വകവും ഇല്ല. നോക്കൊന്ന് കൈവയ്ത്തോറ് നോക്കാം. നണ്ട ഔത്തുല് അണ്ടര പിടിച്ച് ഇണ്ടു തോല് ഒരു കലാട്ടായിട്ടില്ല ഉസ്താദ് ഉണ്ട്. കൈവയ്ത്തുമ്പത്തിൽ ജാഗ്രത ആക്കണു. അത് ഉസ്താദുമാരായെങ്കും സമ. ഈ ക്യാമറ അപ്പുറം തിരിക്കുവതാണ്. ഇവർ തിരിക്കുമ്പോ അയിമ അവിടെ കാണും. ഇയാള് ചൊല്ലിട്ട് നോക്കൂല, എപ്പം കലാട്ടമേ തീരോകില്ലേ, ആട്ടെ കൊർക്ക് ആമാസ കൊർക്കല്ല, ഇത് തീരോകില്ലേ. എന്നിട്ട് ഇപ്പൊ കൈവയ്റ്റുള്ളൂ നോക്കൂല, എല്ലാരും കൈവയ്ത്തിട്ടില്ല. എന്തെങ്കിലും ഒരു കലാട്ട ഔത്തുള്ള നടക്കാണ്ടിരിക്കില്ലേ. അള്ളാഹു ഞങ്ങൾ ഔത്തുലുള്ള വലിയ ബർക്കത്ത് തരട്ടെ അല്ലേ, ഞങ്ങൾ ഔത്തുലുള്ള വലിയ ബർക്കത്ത് തരട്ടെ. ബാലക്കാരങ്ങളെ, ബാലക്കാർത്തി പെൺമക്കളെ, ഞങ്ങൾക്ക് ചെമ്മ ജവാബ്ദാരി ഉണ്ടു. കാലി പഠിക്കണേ മാത്രല്ല, കാലി ഒരു നീറ്റ് എക്സാം എഴുതിയത് കൊണ്ട് എല്ലാം ആയിട്ടുണ്ട്. നീ കിനാവലും വിചാരിക്കണ്ട, പെൺമക്കളുടെ ഒന്നും ഉണ്ടല്ലേ. എല്ലാം ഫോം വിളിച്ചിട്ട് ദ്വാർപ്പാട്ടെ അബ്ബമാർ ഉസ്താദ് മോൾ നീറ്റ് എക്സാം എഴുതാൻ പോയിട്ടുള്ള ആള് പാസ് മാർക്കിട്ട് ദ്വാർക്കൊരു ഉസ്താദ്. അള്ളാഹു നല്ല വിജയം കൊടുക്കട്ടെ. ഞാൻ നാമ്പി ചൊല്ലാത്തെ അള്ളാഹു നല്ല വിജയം കൊടുക്കട്ടെ. മദനിത്തങ്ങളെ വർക്കത്തോട് നല്ല വിജയം കൊടുക്കട്ടെ. ഞങ്ങളെ സമുദായത്തെ മക്കളെല്ലാം വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തണല്ലേ. പഠിക്കണോ മക്കളായത്ര പഠിപ്പാട്ടണോ. വേർപിലിപ്പാട്ടിട്ട് നരമ്പു പച്ച നരമ്പു പുറത്ത് കാട്ടുപാട്ടിട്ട് എത്ര അബ്ബമാറുള്ളാർ മക്കളെ പഠിപ്പാട്ടിട്ട് വലിയ സ്ഥാനത്ത് എത്തുപാട്ടി എത്ര അബ്ബമാറുള്ളാർ. മാഷാ അല്ലാ. പെട്രോൾ പമ്പിൽ ബെയിൽ സഹിച്ചിട്ട് പെട്രോൾ പമ്പിൽ സൊറാക്കട ഒരാളുണ്ട്. അല്ലെങ്കിൽ രണ്ട് പെൺമക്കവല. ഞാൻ അപ്പുറം ഇപ്പുറം വാല് പോകുമ്പോ ആ പമ്പിൽ പോയിട്ട് അത് അയാളെ പമ്പല്ല, അയാൾ ആ പമ്പിൽ സ്വർത്തുകൊല്ലേ. എന്തൊക്കെ സ്വർത്തുകൊല്ലേ? കാറിന്റെ ടയർ കാത്തിട്ട് സൊറ അയാളുടെ ബെയില് നോക്കുമ്പോ രണ്ട് മക്കളും പഠിപ്പാട്ടിട്ട് ആ സമ്പലത്തിൽ നയിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് പഠിപ്പാട്ടിട്ട് രണ്ട് മക്കളും ഡോക്ടറാക്ക് പാട്ടിട്ട് പെണ്ണുമക്കളെ നോക്കറു. നിങ്ങ അയാളല്ലേ ഹീറോ, അയാളല്ലേ സെലിബ്രിറ്റി. അയാളൊട്ടിಗೆ നിന്നിട്ടല്ലേ പോയിട്ട് സെൽഫി ഫോട്ടോ എടുക്കണായോ? അല്ലാണ്ട് യൂട്യൂബർ വിട്ട് പോയിട്ടാ സെൽഫി ഫോട്ടോ എടുക്കണായോ? റീൽസ് ആക്കണ ഉണ്ടേതുള്ള പോയിട്ട് സെൽഫി ഫോട്ടോ എടുക്കണായോ? ആ അബ്ബല്ലേ നേരായ ഹീറോ. കഷ്ടപ്പെട്ടിട്ട് പമ്പുല് നിന്നിട്ട് ബെയിലിന്റെ സെക സഹിക്കുവാണ്ട് കിട്ട ചെറിയ ശമ്പളം കൂട്ടിവെച്ചിട്ട് സ്വന്തം രണ്ട് പെണ്ണുമക്കളെ ആലിമീങ്ങ പിന്നെ രണ്ട് പെൺമക്കളെ ഡോക്ടർമാരാക്കിയിട്ട് ബലിയാക്കിയ ആ അബ്ബ അള്ളാഹു ആ കുടുംബത്തിന് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. പഠിപ്പാട്ടുണ്ടാണ്ടല്ല ഞാൻ ചൊന്നോണ്ട് വന്ന് ഔത്തുല് കലാട്ട ഇല്ലാത്ത ആറും ഇല്ലേ.
പെൺമക്കളിട്ട് നാ ചൊല്ലേ ഞങ്ങൊരു ജവാബ്ದಾರಿ ഉണ്ട് ಕಾಲಿ ನಂಗ ಡಿಗ್ರಿ ಇಂಗನೆ ಎಲ್ದಿ ಒಂದು ಚೆಂಗಮೆಯಾವಲ್ಲ ಅದೆಲ್ಲ ಎಲ್ದಣು ಅದರೊಟ್ಟಿಗೆ ഞങ്ങള ಔತುಲು ഞങ്ങള ಬೋಬಮಾರು ಬೆಲೆಮಮಾರಿಲ್ಲೇ ಔತುಲು ಬೋಬಮಾರು ಬೆಲೆಮಮಾರು ಎಲ್ಲರೂ ಒಂದು ಕೈ ಹೋಯ್ತರು ನಾವು ವಾಲ್ ನಿಪಾಟ ಹೋಯ್ತು ഇല്ല നിങ്ങൾക്ക് അത്ര നസീബേ ഇല്ല അല്ലേ ബോബമാര് വെല്ലുമ്മമാര് ആ അപ്പൊ മലയാളം ചൊല്ലുമ്പോ കൊത്താവിടും ഉള്ളാളത്തെങ്ങെല്ലാം മലയാളം പഠിച്ചിട്ടാടിപ്പ അല്ലേ പ്രായമുള്ള ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര് എത്ര പുള്ളിമാർക്ക് ഗൊന്തു ഒന്ന് കേക്കട്ടെ ബേജാറാക്കടെ വേണ്ട പെൺമക്കളോട്ടും കേക്കട്ടെ ആൺമക്കളോട്ടും കേക്കട്ടെ എത്ര പുള്ളിമാർക്ക് ബോബായാല് ബലമായാല് നാലുക എത്ര മാത്ര കുടിച്ചുകൊണ്ടുണ്ട് ഗൊന്തുള്ള എത്ര പുള്ളിമാര് പെൺമക്ക ഈ സദസ്സിലുള്ളാർ ഡിഗ്രിക്ക് പഠിക്കട്ടെ പെൺമക്ക എത്ര ബാലക്കാരങ്ങ ഉള്ളാറ് നിങ്ങളെ ബോബ നിങ്ങളെ ഔത്തുലുണ്ടു നിങ്ങളെ ബലമ നിങ്ങളെ ഔത്തുലുണ്ടു അയാൾ ഒരു നാല് സുബൈക്ക് എത്ര മാത്ര കുടിക്കിട് ഉച്ചക്ക് എത്ര മാത്ര കുടിക്കിട് ജാവുക്ക് എത്ര മാത്ര കുടിക്കിട് മാത്രയുടെ ഒരു കെട്ടേ ഉണ്ട് അയാളുടെ കയ്യില് ഒന്നാം മാത്തലുടെ കെട്ട് പണ്ട് ബെത്തലടക്കയുടെ ഒരു ഡബ്ബി ഇണ്ട് ആ ബെത്തലടക്കയുടെ ഡബ്ബിനുള്ള മാത്ര നമുന്ത മാത്ര എത്ര പുള്ളിമാർ കൊന്തുണ്ട് പുള്ളിമാർ പോട്ട പറ അത് തെല്ല അപ്പറായിട്ട് കേക്കടെ ನಾನು ഒന്നും കൂടി തെല്ല മുട്ട വന്നിട്ട് കേക്കടെ എത്ര മക്കു കൊന്തു ആണ് മക്കവും പെണ്ണു മക്കവും സ്വന്ത ഉമ്മ ഓർന്നാല് എത്ര മാത്ര കുടിക്കിടേണ്ട കൊന്തുള്ള എത്ര മക്ക ഉള്ളാറാണ് മക്ക ഗ്രൗണ്ട് പോയിട്ട് ക്രിക്കറ്റ് നങ്ങ എത്രമാ കളിക്കണ്ടല്ല ബാലക്കാരങ്ങ കളിക്കാണ്ട് പിന്നെ ആറ് കളിക്കടെ വേസറങ്ങമാ പക്ഷെ ഇത് ನಂಗೆ ഗൊന്തു വേണ്ടേ ഒന്ന് ബാലക്കാര മോണായവണു ബാലക്കാർത്തി മോളായവളു ഉമ്മടെ മാത്രയുടെ കെട്ടെടുത്തിട്ടൊന്ന് നോക്കണു മോളെ നിന്റെ ബാപ്പയുടെ മാത്രയുടെ ടാബ്ലറ്റും ക്യാപ്സൂളും ആ കെട്ടെടുത്തിട്ടൊന്ന് നോക്കണു നന്റെ അബ്ബം നന്റെ ഉമ്മം എന്തെല്ല മാത്ര കുടിച്ചോണ്ടു ഒരു നാലുക എത്ര മാത്ര അതൊരു മോളായവളുടെ ജവാബ്ദാരിയല്ലേ പെണ്ണുമക്ക മങ്ങിലായി പോയെങ്കിൽ പിന്നെ ഉമ്മ അബ്ബ വേണുണ്ടേ ഇല്ലാണ്ട് അങ്ങനെ വിചാരിക്കട്ടെ കുറെ പെൺമക്ക ഉള്ളാറ് ഉമ്മ അബ്ബക്ക് വയസ്സായെങ്കിൽ പിന്നെ ഇവിടെ ചർച്ച ആറ് നോക്കിടേണ്ട് ഉമ്മ അബ്ബടെ പണ്ട് ഈ ഉമ്മ പഞ്ഞിന്റെ മക്കളെ ബൽത്തീർ ഇണ്ട് ഈ പഞ്ഞിന്റെ മക്കും സേരിട്ട് ഒരു ഉമ്മടെ ബൽത്തുകായോണ്ടില്ല ഞാനിത് ചൊല്ല വെറുതെക പാടെ കൊണ്ട് ബോട്ടിൽ വർക്കത്ത് കിട്ടണല്ല കൊണ്ട് ബാണ്യത്തിൽ വർക്കത്ത് കിട്ടണോ നെയ്പ്പിൽ വർക്കത്ത് കിട്ടണോ പണ്ട് ഇതേ പെണിങ്ങ പഞ്ഞിന്റെ മക്കളെ ബൽത്തീർ അയ്മക്ക് ഒരു കഷ്ടവും ഒന്നായിട്ടില്ല ഇണ്ട് ഈ ബൽത്തിയ പഞ്ഞിന്റെ മക്കം സേരിട്ട് ഒരു ഉമ്മടെ ബൽത്തുക ഇങ്ങളെ കൊണ്ടായോണ്ടില്ലേ ഇങ്ങ അപ്പറ മീറ്റിംഗ് ആക്കിടവല്ല പണ്ട് തിങ്ങൾ എവിടെ ദയപ്പാട്ടെ ഈ തിങ്ങൾ എവിടെ ദയപ്പാട്ടെ ആരെ ഉമ്മ അപ്പടോ ലാസ്റ്റ് ചമ്മ തിങ്ങൾ ദയപ്പാട്ടി നോക്കിയാറ് മരിക്കട കാണില്ലേ ഇതിനർത്ഥ എല്ലാരും ഇങ്ങനെ ഉണ്ടല്ല ഉള്ളാറ് ദ്വാരക്കോ ചൊന്നങ്ങ ഉസ്താദ് നന്റെ മക്കൾക്കു നാണ് ദിന്നാവോ തീര ഉസ്താദ് അതൊക്കെ മെയിനായിട്ട് ദ്വാരക്കോറുണ്ട് അപ്പൊ പിന്നെ ലാസ്റ്റ് എന്താക്കടേ ലാസ്റ്റ് ആവട്ടിമ്മ എല്ലാരും സേരിട്ട് ഒരു ചർച്ച ആക്കിയാറ് എല്ലാം ചർച്ച ആക്കിട്ട് ചൊന്നാറ് ഇനി എന്തും ഗടിപിടി ആക്കട വേണ്ട നങ്ങ പിന്നെ അബ്ബ ഒരു മങ്ങിലാക്കിട്ടെ വിടാം ഉമ്മ മറിച്ചിറ് ഇനിയിപ്പോ ഇയാളുടെ ഉപദ്ര തീരണമെങ്കിൽ ഒരേ സൗറ ಅಂದ್ರೆ ഇയാൾക്ക് ഒരു മങ്ങിലാക്കി പൊട്ടിയ പിന്നെ അങ്ങ ചണ്ടാല് അയ്മ നോക്കിയോളൂ അല്ലേ കുഞ്ഞിമ അയ്മ ഒരു കുഞ്ഞിമായി മന്തിപ്പ ഒരിക്കൽ പോലും നമുക്ക് ഞങ്ങളെ ഉമ്മ തിന്നാവോ തീറ ഞങ്ങൾ അബ്ബ തിന്നാവോ തീറ അതിന്റെ പേരിൽ അബ്ബക്ക് വേറൊരു മങ്ങിലാക്കി കൊടുക്കോ തീറ ഉമ്മ മറിച്ചു പിന്നെ അബ്ബക്ക് ഒരു സമാധാനം അല്ല ഇക്കട്ടെ എത്ര ഇന്നെങ്കോ ഒരു പെഞ്ഞ ഇക്കട ഒരു സമാധാനം ആരും കിട്ടാലല്ലേ അപ്പൊ അതുകൊണ്ടിട്ടു നന്റെ അബ്ബ ഒരു മങ്ങിലാക്ക ചൊന്ന മക്കെല്ലാം സേരിട്ട് ഓക്കെ അല്ലെങ്കിൽ തീറാ ചൊന്നെങ്കിൽ ഉമ്മ അബ്ബ മക്ക ഒരിക്കലും തിന്നാവോ തീറ ഇതെല്ലാം പെണ്ണുമക്ക ജാഗ്രത ആക്കണം ആൺമക്ക ജാഗ്രത ആക്കണം പെണ്ണുമക്ക മങ്ങിലായി പോയി ആരോ ചൊന്നത് കൊണ്ട് മാത്ര ആ പെണ്ണുമക്കു ഉമ്മ അബ്ബടെ ജവാബ്ദാരി ഇല്ലാണ്ട് വിചാരിക്കണ്ട ആൺമക്കു മാത്രം ജവാബ്ദാരി ഉണ്ട് വിചാരിക്കണ്ട ನಾ ಇಪ್ಪ ಚಮ್ಮೆಂದು ಆ ಭಾಗಕ್ಕೆ ಹೋಗಿಲ್ಲ ನಾನು ನನ್ನ ವಾದ ನಿಪ್ಪಾಟ್ರೆ ഔത്തുലു ഗലാട്ടം തകരാറു ഇക്കു ഉമ്മമാരെ എത്രമാ ഉമ്മമാരെ സദസ്സിൽ വെച്ചിട്ട് നല്ല ബുർക്ക ഇട്ടിട്ട് അള്ളാഹുടെ ദീന്റെ ഷിആറോട് കൂടെ വാള് കേട്ടോണ്ടുള്ളാറ് അപ്പൊ ഉമ്മമാർക്ക് തെൽ ഉപകാരം കിട്ടണല്ലേ ചൊന്നിട്ട് അങ്കുബൈനായിട്ട് ഒന്ന് ചണ്ട് പൽക്ക ചൊന്നാണ്ട് മാത്ര പെണ്ണുങ്ങളിട്ട നാ ചൊല്ലേ ഔത്തര തകരാറ് നിപ്പാട്ട ഒരേ ഒരു തുറു വേറെന്തു തീറുമില്ല നീ എത്രേ ഗ്രൂപ്പിടെ അഡ്മിനും ആയിട്ടിക്ക് എത്ര ഗ്രൂപ്പിടെ അഡ്മിൻ ನಾನು ಇತ್ತರ ವಾಲರ ഗ്രൂപ്പുകളിലും ഉണ്ട് അതിലെല്ലാം അഡ്മിൻ ഉസ്താദ് ഒക്കെ അഡ്മിൻ ആയതുകൊണ്ട് മാത്രം ആയില്ല
ഔത്ര സുധാരിക്കൊന്തു വീട് പെണ്ണുങ്ങൾ അള്ളാഹു ഈ പെണ്ണുങ്ങളെല്ലാം വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ഈ പെണ്ണുങ്ങളെല്ലാം ഭാര്യ നല്ല അള്ളാഹു വലിയ ഖൈറ് കൊടുക്കട്ടെ. ഔത്തൊരു ചെറിയ തകരാറ് പറൂ മാമി കിരികിരി ആക്കിക്കൊണ്ടേക്കൂ. എപ്പോൾ എല്ലാ മാമിമാരാകാനായിട്ടല്ല, കൊറിയ മർമ്മക്കമാർക്ക് അങ്ങനത്തെ നസീബുള്ള മാമിമാരെ കിട്ടും. എന്തരാക്കടേ അല്ലല്ലേ കൊടുക്കടേ. കൊറിയ മാമിമാരെ കൊണ്ട് ഉപദ്രവിക്കാല, കൊറിയ മാമിമാരെ കൊണ്ട് മർമ്മക്കൊക്കെ നല്ല ഉപദ്രവിക്കൂ. ആ ഉപദ്രവിക്കുമ്പോ ഒരേ ഒരു പരിഹാര ഖുർആനില് മറിയം ബീവിയുടെ അള്ളാഹു ചൊന്നു കൊടുത്തൊരു പരിഹാരമുണ്ട്. മറിയം ബീവി പെത്തില്ലേ ഉമ്മ? മറിയം ബീവി പെത്തില്ലേ? ആ മറിയം ബീവി പെത്തപ്പോ ആരെ പെത്തെ? ആണുകിടാവിടെ പെത്തത്ത് ബയസ്സായിട്ട് പെത്തെ. ആരെ ആണുകിടാവോ? ഈസ നബി അലൈഹി സ്വലാം. മറിയം ബീവിക്ക് മാപ്പിളയില്ലേ. ഈസ നബി അലൈഹി സ്വലാമുക്ക് ഉമ്മ മാത്രമല്ലേ, അബ്ബ ഇല്ലേ. അള്ളാഹു ഒരാൾക്ക് മക്കളെ കൊടുക്കണോണ്ടായെങ്കിൽ അങ്ങനെ കൊടുക്കുക റബ്ബുക്ക് തീറൂ. ആദം നബി അലൈഹി സ്വലാമുക്ക് ഉമ്മോ ഇല്ല അബ്ബോ ഇല്ല, രണ്ടാളും ഇല്ല. ഈസ നബി അലൈഹി സ്വലാമുക്കും പിന്നെ ഉമ്മെങ്കിലും ഉണ്ട്, അബ്ബ ഇല്ല. അവർ ആയത്തങ്ങളെല്ലാരും ചൊല്ലോസോറാക്കിയാർ. മനുഷ്യന്മാർക്ക് തെല്ല് കിട്ടോകല്ലേ വേണായേ, മനുഷ്യന്മാർക്ക് തെല്ല് കിട്ടുക വേണായേ. കിട്ടോ കാത്തോണ്ടിക്കിടാറ് അത് ഇണ്ടു അണ്ടു അങ്ങനെമേ. അപ്പൊ കിട്ടോ കാത്തോണ്ടിക്കുമ്പോ മനുഷ്യന്മാർ ചൊല്ലോസോറാക്കിയാറ്. ഓ യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅസുഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. അല്ല മറിയം ബീവി, നിങ്ങൾ ഉമ്മ ബെടക്കായിട്ട് നിന്നിട്ടില്ലല്ലേ, നിങ്ങൾ ബാപ്പ ബെടക്കായിട്ട് നിന്നിട്ടില്ലല്ലേ, നിങ്ങൾ എന്തെങ്ങനായേ? സുബ്ഹാനല്ലാഹ്. ഒരു കിടാവായപ്പോ മാപ്പിളയില്ലാണ്ട് അത് അല്ല കൊടുത്തല്ലേ. അപ്പ മറിയം ബീവിക്ക് ടെൻഷൻ ആയിട്ട് അല്ല മറിയം ബീവിടട്ടെ അത് ഹാൻഡിൽ ആക്കുക. മറിയം ബീവി ചൊല്ലെ പെണ്ണുങ്ങളൊട്ട അള്ളാഹു ചൊന്ന തെരുവെന്തരത്തുണ്ടമ്മ ആ തെരുവായിട്ടിക്കടെ ഔത്തര ജവാബ്ദാരി ഏറ്റെടുത്തിട്ട് അക നോക്കി നടക്കടെ ഈ സദസ്സിലുള്ള എല്ലാ പെണ്ണുങ്ങളൊട്ടും തന്റെ ഉമ്മ പെങ്ങന്മാർട്ടെന്നൊക്കെ ചൊല്ലുകൊള്ളേ. മറിയം ബീവിടട്ട അള്ളാഹു ചൊന്നു കൊടുത്ത സൊല്യൂഷൻ ഇണ്ടും സൂറത്തു മറിയം ഖുർആൻ തുറന്നു നോക്കൂ. ആ സൂറത്തു മറിയമുൽ അല്ലാഹു തആല മറിയം ബീവിടട്ട ചൊന്നത് കണ്ട് ഫഇമ്മാ തറഇന്ന മിനൽ ബശരി അഹദാ. മറിയം ബീവിയെ ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ എന്തെങ്കിലും ചിരിപ്പിരി 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 ആക്കോസോറാക്കിയെങ്കിൽ നിങ്ങൾ ചൊല്ലൊരു ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ. മണിപ്പാന്റെ കുല്ലുവെ, മണിപ്പാന്റെ കുല്ലുന ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. നിങ്ങൾ എന്തരേ ചിരിപ്പിരി ആക്കറു നാന് മുണ്ടാട്ടതേക്കടെ. അതാണ് കീപ് ക്വൈറ്റ്. കീപ് ക്വൈറ്റ്. മുണ്ടാണ്ടതേക്കടെ മുണ്ടാണ്ടതേക്കടെ. ഞാൻ ആരട്ടം പൽക്കരില്ല. അള്ളാഹു മറിയം ബീവിടട്ട കൊടുത്ത സൊല്യൂഷൻ ചൊന്നോണ്ടിന്നെല്ലാം ചൊല്ലത്ര നിപ്പാട്ടിയാറ്. ഈ മറിയം ബീവി മുണ്ടര മേയില്ല ബാബ, എന്തുക ഉത്തരതണ്ട മേയില്ല ബാബ. അപ്പൊ ചിരിപ്പിരാക്കടങ്ങല്ല ചിരിപ്പിരാക്കട നിപ്പാട്ടിയാർ. എത്ര മനുഷ്യ ചൊന്നോടക്ക തീറു അങ്കും പെടില്ലേ നിപ്പാട്ടിയാർ. ഇതേപോലെ ഔത്തുളു മാമിയുടെ ഭാഗത്തെ ചിരിപ്പിരി വരുമ്പോ നിങ്ങൾ അതേപോലെ അപ്പുറം ഉത്തര കൊടുത്തരണ്ട. ഇപ്പം ചൊന്നോണ്ടിക്കുവാർ അവിടെ അങ്ങനെ ആക്കിട്ട് അപ്പറേ പറ പെണ്ണിങ്ങ ഏൽകെന്തര കൊന്തു ഞങ്ങളെ ഉത്തര കഷ്ടാണ് പറയൂ നിങ്ങൾ നന്റെ പറയൂ നിങ്ങൾ. അല്ലെങ്കിൽ ചൊല്ലാറുള്ള അയല് ഞങ്ങൾക്കേ ചൊല്ലേണ്ട്. അല്ലമ്മ പെണ്ണുങ്ങൾക്ക് തെല്ലെങ്കിലും ചൊല്ലണ്ടേ. കാലി ഞങ്ങൾ ഇതേ ചൊന്നു പോയെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഉപകാരം കിട്ടൊക്കെ ഒരേ വിഷയ. കൊറിയാലെങ്കിലും ചൊന്നില്ലെങ്കിൽ പിന്നെ എന്താ അവസ്ഥ? അങ്ങനെ ചൊല്ലേണ്ടുള്ള അല്ലങ്കേ ചൊല്ലേണ്ട് ഒക്കെ അങ്കേ ചൊന്നമാ. എത്ര നാരപ്പാൽ ചൊന്ന് നിങ്ങൾ എന്റെ ഉമ്മമാരല്ലേ ഉമ്മമാരെ, നിങ്ങൾ എന്റെ പെങ്ങന്മാരല്ലേ. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ. ഞാൻ എന്റെ പൽക്ക നിപ്പാട്ടിയെ നാ ചൊന്നുകൊണ്ട് വന്നു മുണ്ടാണ്ട് ദൈക്കോറ് നോക്കാ. അപ്പ മാമിಗೆ ಬೆಡಿರು മാമിക്ക് പേടിര്. അപ്പ മാമി എന്താക്കട ഒന്നുണ്ട് ഈ ചിരിപ്പിരാക്കടല്ല നിപ്പാട്ട്. ഇനി മർമോല് ജോറ കൊറേ ഔത്തുൽ അങ്ങനെ ഇട്ടിക്കോ. അള്ളാഹു തആല കൊറിയ മാമിമാർക്ക് അങ്ങനത്തെ ചിരിപ്പിരിയാക്കട മർമ്മക്കന്മാരെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കട. കൊറേ മർമ്മക്കന്മാർ അങ്ങനെ ഇക്കുവാർ. മാമി പാവായിട്ടിക്കു അമ്മയുടെ ബായിക്ക് ബെരലിട്ടിങ്ങോ കടിക്കോ തെരിയാലേ യൗമോ മർമ്മക്കന്മാരോട് ചൊല്ല കണ്ടി യൗമോ കടിക്കോ തെരിയാലേ വെച്ച് നോക്കറു. കൊറേ മാമിമാർ പാവയ്ക്കിടാറ് മർമ്മക്കന്മാർ ചിരിപ്പിരാക്കിണ്ടിക്കുവാറ്. അപ്പം മാമിമാരിട്ട് നാ ചൊല്ലേ മറിയം ബീവി അള്ളാഹു കൊടുത്ത അതേ സൊല്യൂഷൻ ഉമ്മമാരെ മർമ്മക്കന്മാർ ചിരിപ്പിരി ആക്കിയെങ്കിലും കീപ് ക്വൈറ്റ്. Best solution for all problems, to solve all problems. എല്ലാ പ്രോബ്ലമും സോൾവ് ആകൂ. ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അത്. മുണ്ടെന്തേക്കോ നോക്കാ കൊറേ കാലം പിന്നെ മർമ്മോളുടെ ചിരിപ്പിരി എല്ലാം നിക്കട പാവാ മാമി എന്തില്ല പാവ വെറും പാവ ഓൾക്ക് പേടിറ് മുണ്ടാന്തേക്കിടാല്ലേ. മറിയം ബീവിയോട് ഖുർആൻ അല്ലാഹു പറഞ്ഞതല്ലേ അങ്ങനെ ഒന്ന് ആക്കി നോക്കറൂ. ഇങ്ങനെ തകിട് കൊമ്മണ്ടേ അത് കൊമ്മണ്ടേ അത് മാത്രം ആക്കിക്കൊണ്ടിരിക്കണ്ട. ഇതെല്ലാത്തെല്ലാം ആക്കി നോക്കറു നോക്ക. ഇത് ഖുർആൻ ചൊന്ന് പറയാറല്ലേ, ഖുർആൻ ചൊന്ന് പറയാറ. ഇതൊന്ന് ആക്കി നോക്കിയെങ്കില്
നിങ്ങളെ വീടുകളിൽ നല്ല സമാധാനമുണ്ടാകും, നല്ല ബറക്കത്തുണ്ടാകും. ഞാൻ എന്റെ വാല് നിർത്തുന്നു. മോമിനീങ്ങളെ, നമുക്ക് ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയണം. ഇത് ഔലിയാക്കളെ സദസ്സാണ്, മദനിത്തങ്ങളെ സദസ്സാണ്. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാല് നിർത്തുന്നു. വിഷമമില്ലെങ്കിലും എണീറ്റു നിൽക്കുമോ? ഖൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം. പടച്ച റബ്ബ് തന്ന ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം. ചെയ്യുന്നതെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. പറയുന്ന വാലും കേൾക്കുന്ന വാലും സംഘടിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിനാകണം. ഇവിടെ വരുന്ന ആലിമീങ്ങളെ, അതേ ഒരു പ്രത്യേകമായ ഒരു സംഘം, പ്രത്യേകമായ ഒരു ഡ്രസ്സ് ധരിച്ച് ഇവിടെ വരുന്ന തങ്ങന്മാരെയും ആലിമീങ്ങളെയും നല്ല ബഹുമാനത്തോടെ ആനയിച്ചു കൊണ്ടുവരുന്നു. അതെ, അപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, നമുക്ക് സിയാറത്തിന് പോകാമല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ സിയാറത്തിന് പോയാൽ ഇപ്പൊ അവിടെ പേരോട് ഉസ്താദ് വാലു പറയാണ്, അതെ നിങ്ങൾ എന്നെ ഇങ്ങനെ ആനയിച്ചിട്ട് കാറിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ എല്ലാരും ഈ കാറിലേക്ക് നോക്കൂ, ആരാണ് ഈ വരുന്നതെന്ന് നോക്കൂ. അപ്പൊ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുന്നതിന് അതൊരു തടസ്സമാണ്. അതിന് ഞാനൊരു കാരണമായി പോകരുതല്ലോ. കാരണം ഞങ്ങളെക്കാൾ ഇൽമ കൊണ്ടും തഖ്വ കൊണ്ടും ജീവിതത്തിലെ സൂക്ഷ്മത കൊണ്ടും പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ഉയർന്നവരാണ് അവർ. അവർക്ക് മുന്നിൽ ഞങ്ങൾ എപ്പോഴും ചെറിയവര് തന്നെ. അതുകൊണ്ട് ഞാൻ പിന്നെ സിയാറത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സ്റ്റേജിലോട്ട് കയറി വന്നതാണ്. പടച്ച റബ്ബേ, ഞങ്ങൾ എത്ര വലുതായാലും, ഞങ്ങൾ എത്ര വളർന്നവരായാലും, ഞങ്ങളെക്കാൾ മുതിർന്ന ആലിമീങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് അവരുടെ പൊരുത്തത്തിലായി കഴിയാം. സാധുക്കളായ ഞങ്ങൾക്ക് നീ എക്കാലത്തും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ മക്കളെ പരമ്പര, ഞങ്ങളെ ശിഷ്യന്മാരെ പരമ്പരക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ഒരുങ്ങണം. ഈ പാവപ്പെട്ട നൗഫൽ സഖാഫിക്കൊരു നാളെയുണ്ട്. ഇന്നലെയും ഞാൻ വാല് പറഞ്ഞിട്ടുണ്ട്, ഇന്നിതാ ഇവിടെ വാല് പറയുന്നുണ്ട്. ഇനി എനിക്കൊരു നാളെയുണ്ട്. ആ നാളെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് ഉറപ്പില്ല. പഴയ കാലത്ത് ഉള്ളാളത്തെ ഉറൂസിൽ വാലിന് വന്നിരുന്ന എത്ര തങ്ങന്മാര് കഴിഞ്ഞുപോയി, എത്ര ആലിമീങ്ങൾ കഴിഞ്ഞുപോയി. ഖുർറത്തു സാദാത്ത് കൂറത്തരങ്ങൾ പാപ്പനപ്പറലോഹുമർക്കഥ ഇന്നും പകൽ ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അവരെല്ലാം വിട പറഞ്ഞു പോയി. ഈ സാധുവായ എനിക്ക് ഞാൻ മുതഅല്ലിമായി പഠിക്കുന്ന സമയത്ത് തന്നെ വാല് പറഞ്ഞിട്ടുണ്ട്, അതെന്റെ റബ്ബിന്റെ പവറാണ്, അത് എന്റെ പവറല്ലേ അല്ല. വബില്ലാഹി തൗഫീഖ്. എല്ലാ സൗഭാഗ്യം ലഭിക്കുന്നത് പടച്ച റബ്ബിനെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി സ്റ്റേജിൽ കയറിയിട്ട് വാല് പറഞ്ഞ സ്ഥലം എവിടെയാണെന്നത് ഇപ്പോഴും എനിക്കറിയാം. അതേ സമയത്ത് എന്റെ അവസാനത്തെ വാല് അത് ഏത് നാട്ടിലെ ഏത് സ്റ്റേജിൽ കയറിയിട്ടാണെന്നത് എനിക്കിപ്പോഴും അറിയില്ല. റബ്ബേ, ഞങ്ങൾക്ക് വാല് പറഞ്ഞിട്ട് കൊതി തീർന്നിട്ടില്ല. അത് പൈസ വാങ്ങാനല്ല, കവറിന്റെ വലിപ്പം നോക്കാനല്ല, ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പോയി കിടക്കാനുള്ള ഖബറിനെ കുറിച്ച് വല്ലാത്ത പേടിയാണ്. കുറച്ച കാലം മാത്രമേ ഇൽമ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇനിയും കുറെ കാലം താടി മുഴുവനും നരച്ചിട്ട് പോലും ഇപ്പോഴും വാല് പറയുന്ന
ആലിമീങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയാണ്. ഞങ്ങൾക്കും താടി ഫുള്ളായി നരച്ചിട്ട് പോലും ഞങ്ങൾ മരണം വരെ വാല് പറയണോ? അതിന് മദനി തങ്ങളെ ബറക്കത്തുണ്ട്, താജുൽ ഉലമയുടെ ബറക്കത്തുണ്ട്, സർവമഹാന്മാരെ ബറക്കത്തുണ്ട്. അതേ CM വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനരെ ബറക്കത്തുണ്ട്. മഹാനരെ കൂടെ ഉണ്ടായിരുന്ന ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന അതേ ശൈഖ് മുഹയ്യിദ്ദീൻ ബാബ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരെ ബറക്കത്തുണ്ട്. നീ ഞങ്ങൾക്കതിന് ഭാഗ്യം തരണേ അല്ലാഹ്. ഓ ഒരുങ്ങിക്കോ, പോകാനൊരുങ്ങിക്കോ. വാഹനം വന്ന് റെഡിയാണ്. അതേ വാലിന് പോകാനല്ല, വാല് കേൾക്കാൻ പോകാനല്ല. ഞാൻ പറഞ്ഞ വാഹനം ഏതാണ്? അത് മയ്യത്ത് കട്ടിലാണ്. ആ മയ്യത്ത് കട്ടിലിൽ കയറാൻ ഒരുങ്ങിക്കോ. അതിന് പ്രായമാകണമെന്നില്ല, രോഗമാകണമെന്നില്ല, കിടന്ന കിടത്തത്തിലാകണമെന്നില്ല. രോഗമില്ലാത്തവരെത്ര പേരാണ് വിട പറഞ്ഞു പോയത്. ഏത് സമയത്തും പോകാൻ ഒന്ന് ഒരുങ്ങി നിൽക്കണേ. അന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം, എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസമായിരിക്കണോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസം യൗമ അൽഖാക്കല്ലാഹ്, യൗമ അൽഖല്ലാഹ്. ഞാൻ എന്റെ റബ്ബിനെ അതേ കാണുന്ന ദിവസം, ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം. ആ ദിവസമായിരിക്കണോ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഹൈറായ ദിവസം. അങ്ങനെ ഒരു നാളിന് വേണ്ടി ഒരുങ്ങിക്കോ കാരണവന്മാര്, ഒരുങ്ങിക്കോ യുവാക്കള്, ഒരുങ്ങിക്കോ ഉമ്മമാര്, ഒരുങ്ങിക്കോ യുവതികള്. വെറും കയ്യില് പോയാ പോരാ, കാല് കയ്യില് പോയാ പോരാ. എയർപോർട്ടിൽ ലോഞ്ച് ഉണ്ടല്ലോ, ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോയവരില്ലേ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയവരില്ലേ. അതേ ബാംഗ്ലൂരിൽ നിന്ന് ലണ്ടനിലേക്ക് പോവാണ്. ദുബായ് വരെ 3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്രയാണ്. ആ ദുബായിൽ ഒരു 4 മണിക്കൂർ ലേ ഓവറാണ്. അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോവാണ്, യുണൈറ്റഡ് കിങ്ഡമിലേക്ക് പോവാണ്. ഒരു 8.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയാണ്. 4.5 മണിക്കൂർ അതാ ദുബായ് എയർപോർട്ടിൽ ലേ ഓവറാണ്. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോഴാണ് കയ്യിലതാ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, കയ്യിലതാ ഡെബിറ്റ് കാർഡ് ഉണ്ടല്ലോ. അവിടെ ഇന്റർനാഷണൽ ലോഞ്ചിങ് ഉണ്ടല്ലോ. ആ ലോഞ്ചിൽ പോയി വിശ്രമിക്കുകയാണ്. അവിടെ നിന്ന് കുളിക്കുകയാണ്, ഫ്രഷ് ചെയ്യാണ്. വെറും 2 രൂപയിലെ കാർഡിൽ നിന്ന് കട്ടാവുകയുള്ളൂ. ഇന്ത്യൻ മണി 2 രൂപീസ് മാത്രമേ കട്ടാവുകയുള്ളൂ. എന്നിട്ടതാ ലോഞ്ചിൽ എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കുകയാണല്ലോ. ഇതൊക്കെ ഞങ്ങൾ എയർപോർട്ടിൽ കിട്ടുന്ന സൗകര്യമാണ്. ഇന്റർനാഷണലും ഉണ്ടല്ലോ, ഡൊമസ്റ്റിക് എയർപോർട്ടിലും ഉണ്ടല്ലോ. എന്നാൽ പോയി കിടക്കുന്ന ഖബറോ അത് ഒരു ലേ ഓവറുള്ള സ്ഥലമാണ്. ആഖിറത്തേക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു വെയിറ്റിംഗ് ഏരിയയാണത്. അതൊരു ലേ ഓവറുള്ള സ്ഥലമാണ്. എന്നാൽ ലണ്ടനിലേക്ക് പോകുമ്പോ ദുബായിലെ 4 മണിക്കൂർ ലേ ഓവർ ഉള്ളത് പോലെയല്ല. അതേ ഖബറിലെ ലേ ഓവർ എത്ര മണിക്കൂറുകളാണെന്ന് അറിയുന്നില്ലോ, എത്ര ദിവസങ്ങളാണെന്ന് അറിയുന്നില്ല, എത്ര ആഴ്ചകളാണെന്ന് അറിയുന്നില്ല, എത്ര മാസങ്ങളാണെന്ന് അറിയുന്നില്ല, എത്ര കൊല്ലങ്ങളാണെന്ന് അറിയുന്നില്ല. പടച്ച റബ്ബ് നിശ്ചയിച്ച കാലം വരെ, റബ്ബ് തീരുമാനിച്ച കാലം വരെ ആ ഖബറിലൊന്ന് കിടന്നു കൊടുക്കേണ്ടി വരുമല്ലോ. ആ ഖബറിലേക്ക് പോയാൽ അവിടെ ഒരു ക്രെഡിറ്റ് കാർഡും ഇവിടുന്ന് കൊണ്ടുപോകുന്ന ക്രെഡിറ്റ് കാർഡ് രൂപ
ഉപകരിക്കുന്നില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഡെബിറ്റ് കാർഡ് ഉപകരിക്കുന്നില്ല. ആ ഖബറിൽ കിടക്കുമ്പോൾ അവിടെയുള്ള ലേ ഓവറിൽ വർഷങ്ങളോളം കിടക്കാനുള്ള വെയിറ്റ് ചെയ്യാനുള്ള ലേ ഓവറിൽ അവിടെ ഉപകരിക്കുന്ന കാർഡ് ഏതാണ്? ചെറുപ്പക്കാരാ, നിന്റെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ക്രെഡിറ്റ് കാർഡല്ല, ഡെബിറ്റ് കാർഡുമല്ല. പെങ്ങള്, നിന്റെ മൊബൈലിൽ നീ ഫീഡ് ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ അല്ല, ജി പേ അല്ല, പി പേ അല്ല. ഖബറിൽ ഉപകരിക്കേണ്ടുന്ന കാർഡ് വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ. ഇവിടുന്ന് ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളാണ്, ഇവിടുന്ന് നിസ്കരിച്ച നിസ്കാരങ്ങളോ, ഇവിടുന്ന് ഓതിയ ഖുർആനോ, ഇവിടുന്ന് ചൊല്ലിയ ദിക്റുകളോ, ഇവിടുന്ന് ചൊല്ലിയ തസ്ബീഹുകളോ, ഇവിടുന്ന് ചൊല്ലിയ സ്വലാത്തുകളോ. കണക്ക് പറയാനുണ്ടോ ഉമ്മമാര്? കണക്ക് പറയാനുണ്ടോ കാരണവന്മാര്? കണക്ക് പറയാനുണ്ടോ എന്റെ ജേഷ്ഠാനുജന്മാരായ യുവാക്കള്? ആ സമ്പാദ്യം സമ്പാദിച്ചിട്ട് വേണോ ഇവിടുന്ന് ഖബറിൽ പോയി കിടക്കുമ്പോൾ ആ ഒരു തീരുമാനത്തോടെ പോകണോ? മഹാന്മാര് മരിച്ചതുപോലെ മരിക്കണോ? റിബഈ ഇബ്നു ഖിറാശ് ഒരു 2 മിനിറ്റും കൂടി തന്നാൽ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാല് നിർത്തുന്നു. റിബഈ ഇബ്നു ഖിറാശ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് തീരുമാനം? ഞാൻ എന്റെ കണ്ണുകൊണ്ട് സ്വർഗം കണ്ട് സന്തോഷിക്കുന്നത് വരെ ഈ ദുനിയാവിൽ ഒരാളുടെ മുന്നിലോ ഞാൻ എന്റെ പല്ല് കാണിച്ചിട്ട് ചിരിക്കുന്നില്ല. എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക? രാത്രി കിടന്നോ ചോദിക്കട്ടെ ഉമ്മമാരോട്, ഉപ്പമാരോട്, യുവാക്കളോട്, രാത്രി വീട്ടിൽ കിടന്നോ എങ്ങനെയാണ് ഉറക്കം വരിക? എന്റെ അവസാനത്തെ നിമിഷം എന്തായിരിക്കുമെന്നറിയാതെ, എന്റെ ഖബറിലേക്ക് കിടത്തം എങ്ങനെയായിരിക്കുമെന്നറിയാതെ എങ്ങനെയാണ് ഉറക്കം വരിക? എങ്ങനെയാണ് തമാശ പറയുക? എങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്റ്റാറ്റസിലെ കോമഡി ക്ലിപ്പുകൾ കണ്ട് തമാശ പറഞ്ഞ് ചിരിക്കുക? എങ്ങനെയാണ് കോമഡി ക്ലിപ്പ് എടുത്തിട്ട് വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ എടുത്തു വെച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നോക്കുക? ചിരിക്കാൻ കഴിയില്ല. റിബഈ ഇബ്നു ഖിറാശ് തങ്ങളെ തീരുമാനം അങ്ങനെയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് സ്വർഗം നേരിട്ട് കാണുന്നത് വരെ എന്റെ പല്ല് കാണിച്ചിട്ട് ഒരാളെ മുന്നിലും ചിരിക്കുകയില്ല. പറഞ്ഞതുപോലെ മഹാനവരുകൾ ജീവിതകാലത്ത് ചിരിക്കുകയാണെങ്കിൽ ചുണ്ട് പൊത്തിപ്പിടിച്ചിട്ടേ ചിരിക്കുകയുള്ളൂ, പല്ല് കാണിച്ചിട്ട് ചിരിക്കുന്നില്ല. മഹാനവരുകൾ ലോകത്തോട് വിട പറഞ്ഞു. വഫാത്തായി മയ്യത്ത് കുളിപ്പിക്കാനെടുത്തു. കുളിപ്പിക്കാൻ കിടത്തിയപ്പോൾ ഹാഫിദുൽ ദഹബി സിയറു അലാമിൻ നുബലായിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ചരിത്രം. കുളിപ്പിക്കാൻ കിടത്തിയപ്പോൾ മഹാനവരുകളുടെ മയ്യത്ത് പല്ല് കാണിച്ചിട്ട് ചിരിക്കുകയാ. എന്തേ കാരണം? മഹാനവരുകളുടെ തീരുമാനമാണ്. പല്ല് കാണിച്ചിട്ട് ചിരിക്കണമെങ്കിൽ ഒന്ന് നേരിട്ട് സ്വർഗം കാണണം. അത് കാണുന്നത് വരെ ഞാൻ എന്റെ പല്ല് കാണിച്ചിട്ട് ചിരിക്കുകയില്ല. അല്ലാഹ് കാണിച്ചു കൊടുത്തു. വഫാത്തിന്റെ സമയം മഹാനവരുകൾക്ക് സ്വർഗം കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോഴാണ് മഹാനവരുകൾ പല്ല് കാണിച്ച് ചിരിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി.
ഇതുപോലെ ഒന്ന് മരിക്കണം. അതിന് ഒരുപാട് സമ്പാദ്യം ഖബറിലേക്കുണ്ടാക്കി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങണം. നിങ്ങളോട് വഅദ് പറയാൻ എനിക്ക് അർഹതയില്ല. ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോട് ആദ്യം ഓർമ്മപ്പെടുത്തുന്നു, പിന്നെ നിങ്ങളെ ഞാനത് കേൾപ്പിക്കുന്നു. ഞാൻ എന്റെ വഅദ് നിർത്തുന്നു. അർഹമുർ-റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. നിന്റെ ഔലിയാക്കളിലെ പ്രഗൽഭരായ അതേ ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളുടെ പരിശുദ്ധമായ ഹളറത്തിൽ വെച്ച് നിന്നിലേക്ക് ഞങ്ങൾ ഈ ഉയർത്തിയ കരങ്ങൾ നീ ഖായിബാക്കല്ലേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സർവ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് നല്ല തഖ്വയോടെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇബാദത്ത് ചെയ്യാൻ നല്ല താല്പര്യമുണ്ടാക്കി തരണേ അല്ലാഹ്. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കാർക്കും താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്കാർക്കും തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ വല്ലാതെ വ്യാപിച്ചിട്ടുള്ള കാലമാണ്. കേൾക്കുന്നത് തന്നെ 4th സ്റ്റേജ് എന്നാണ്. അതുവരെ ഒരു ക്വാഷനും കിട്ടിയിട്ടില്ല, ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇപ്പൊ കേൾക്കുന്നത് ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമറാണ്, ലിവറിൽ ക്യാൻസർ ആണ്, കിഡ്നിയിൽ ക്യാൻസർ ആണ്. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളെ പിളിക്കുള അബ്ബാസാക്ക, അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് സുഖമില്ലാതെ അതേ ഹോസ്പിറ്റലിലാണ്, ICU-യിലാണ്. ഒന്ന് ദുആ ചെയ്യുമോ എന്ന് വിളിച്ചു. ഉള്ളാളത്ത് ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. റബ്ബേ, നീ ആ പിതാവിന് ശിഫാ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പുരുഷന്മാർ, അതുപോലെ തന്നെ സ്ത്രീകള്, റബ്ബേ, ചെറിയവർ വലിയവർ, പാവം ഇത്രയും നേരമായിട്ടും സാധുവായ ഈ വിനീതന്റെ വാല് കേൾക്കുന്നത് നിർത്തിവെച്ച് പോയി കളയാതെ ഇവിടെ തന്നെ ഇത്രയും നേരം നിന്ന് സഹകരിച്ച് അവസാനം വരെ ഇൽമ കേട്ടിരുന്ന ഈ മോമിനീങ്ങൾ, പുരുഷന്മാര്, പ്രായമുള്ള ഉപ്പമാര്, യുവാക്കള്, മറക്കപ്പുറത്തുള്ള നല്ലവരായ ഉമ്മമാര്, സഹോദരിമാര്, അതുപോലെ ഞങ്ങളെ വീടുകളിലുള്ള ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ മക്കള്, ഞങ്ങളെ ശിഷ്യന്മാര്, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹജനങ്ങൾ, ഞങ്ങളെ ആഫിയത്തിനും ദീർഘായുസ്സിനു വേണ്ടിയും നിന്നോട് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ഞങ്ങളെ വാലുകൾ നിരന്തരം സ്ഥിരമായി കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവർക്കും ഞങ്ങൾക്കും ആർക്കും മരണം വരെ ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്, ഡയാലിസിന് വിധിക്കല്ലേ അല്ലാഹ്. അത് വിധിക്കപ്പെട്ടവർക്ക് നീ അതിൽ നിന്ന് പൂർണ്ണമായും ശിഫാ കൊടുത്തു സലാമത്ത് നൽകണേ അല്ലാഹ്. എപ്പോഴും മരുന്ന് കഴിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നിത്യരോഗികളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ക്ഷീണം മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ തലകറക്കം മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ കൈകാല് വേദനകൾ മാറ്റിത്തരണേ അല്ലാഹ്. അതേ, ഞങ്ങളെ കല്ലൂർ അബ്ബാസാജി ഉൾപ്പെടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആരൊക്കെ ശാരീരിക വേദന കൊണ്ട് ദ്വാർക്കാൻ പറഞ്ഞവരുണ്ടോ, ഇവിടെ മറപ്പെട്ട് കിടക്കണ മഹാനര ബറക്കത്തുകൊണ്ട് അവർക്കും ഞങ്ങൾക്കുമെല്ലാം നീ ശിഫാ ചെയ്യണേ അല്ലാഹ്.
മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണേ അല്ലാ. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന മക്കള് ഖുർറത്തഅ്യുനായ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ ഗാഞ്ചക്ക് അഡിക്റ്റാക്കല്ലേ അല്ലാ. തെമ്മാടികളാക്കല്ലേ അല്ലാ. വ്യഭിചാരികളാക്കല്ലേ അല്ലാ. താന്തോന്നികളാക്കല്ലേ അല്ലാ. ആലിമീങ്ങളെയും തങ്ങന്മാരെയും ഗ്രൂപ്പ് തിരിച്ചോ തിരിക്കാതെയോ ചീത്ത പറയുന്നവരാക്കല്ലേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഞങ്ങളെ മക്കളെ പരമ്പരയോ ഞങ്ങളെ ശിഷ്യന്മാരെ പരമ്പരയോ ഞങ്ങളെ കുടുംബ പരമ്പരയോ അതേ ആ പരമ്പരയിൽ അമ്പിയാക്കളെ ഔലിയാക്കളെ തെറി പറയുന്ന ഒരു പുത്തൻ വാദിയുമാക്കല്ലേ അല്ലാ. ഒരു സലഫിയിലും പെടുത്തല്ലേ അല്ലാ. ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെടുത്തല്ലേ അല്ലാ. ഒരു തബ്ലീഗ് ജമാഅത്തിലും പെടുത്തല്ലേ അല്ലാ. ഒരു കള്ളത്വരീക്കത്തുകാരിലും പെടുത്തി ഈമാന് നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ഈ മഹത്തായ ഉള്ളാളം ഉറൂസ് ഞങ്ങൾക്കൊക്കെ അന്നും ഇന്നും എന്നും വലിയ ആവേശമാണ് റബ്ബേ. ഒരുപാട് ബ്ലോക്കുകളാണ്, എന്നും ഇവിടെ ധാരാളം ആളുകളാണ്. ഉള്ളാളത്തെ മദനിത്തങ്ങള് അന്നും ഇന്നും എല്ലാവർക്കും വലിയ ആശ്രയമാണ്. ആ ഉറൂസിന് നേതൃത്വം നൽകുന്ന, ഇവിടത്തെ എല്ലാ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ ദർഗാ കമ്മിറ്റി, അതിന്റെ പ്രസിഡന്റ് ഹനീഫ് ഹാജിയും സെക്രട്ടറി ഞങ്ങളെ പ്രിയപ്പെട്ട സഖാഫി ഉസ്താദ് ശിഹാബുദ്ദീൻ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങൾ, ഈ ഉറൂസിന്റെ വളണ്ടിയർമാർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടത്തെ എല്ലാ ദിവസത്തിന് വാലിന്റെ സദസ്സിൽ വന്നിരുന്ന് സഹകരിക്കുന്നവർ, ഇവിടേക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവർ, നേർച്ച ചെയ്തവർ, നിയത്ത് ചെയ്ത് സംഭാവനകൾ എത്തിച്ചവർ ആരെല്ലാം ഉണ്ടോ അവർക്കും ഞങ്ങൾക്കും ഖൈറിന്റെ വഴികളെ തുറന്നു തരണേ അല്ലാ. ശർറിന്റെ വഴികൾ അടച്ചു കളയണേ അല്ലാ. ഞങ്ങളെ ഈ സ്റ്റേജിൽ ധാരാളം ഞങ്ങളെ ഖൽബ് കൊണ്ട് വളരെയധികം സ്നേഹിക്കുന്ന പലരും ഇവിടെയുണ്ട്. ഞങ്ങളെ ബോംബെ ഉസ്താദ് ഉൾപ്പെടെ അല്ലാഹുവേ, നീ അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മക്കത്ത് ചെന്നാലൊക്കെ വലിയ ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ പോകാറുള്ള ഞങ്ങളെ ഹമീദാജ് ഉൾപ്പെടെ പേര് പറഞ്ഞവരെ അറിയുന്നവരെ പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ ഈ സ്റ്റേജിലുള്ള മുഴുവൻ സ്നേഹജനങ്ങൾ, നേതാക്കള്, സഹോദരങ്ങൾ, സദസ്സിലുള്ള ആണുങ്ങൾ, എത്രയോ ഉമ്മമാര്, പെണ്ണുങ്ങൾ, ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ എത്ര ലൈവുകളുണ്ടോ ആ ലൈവുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, അതുപോലെ ലൈവ് സംപ്രേഷണം ചെയ്യുന്നവർ, വണ്ടികളെ നിയന്ത്രിക്കുന്ന വളണ്ടിയർമാർ, എത്രയോ വളണ്ടിയർമാരുണ്ട്. പാവം, അവർക്ക് ഈ സദസ്സിൽ വന്ന് ചേരാൻ കഴിയുന്നില്ല. എത്രയോ ദൂരെ നിന്നുകൊണ്ട് അവർ വണ്ടികളെ, വാഹനങ്ങളെ നിയന്ത്രിക്കുകയാണ്. ആ വളണ്ടിയർമാർ ഉൾപ്പെടെ റബ്ബേ, ഞങ്ങൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞങ്ങളെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മീസാൻ തുലാസിന്റെ നന്മയുടെ തട്ടിൽ നല്ല ഖനമുള്ളതാക്കി തരണേ അല്ലാ. എല്ലാ സന്തോഷമുള്ള കാഴ്ചകൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ട്. ആ മക്കളുടെ എല്ലാ സന്തോഷ രംഗങ്ങൾ ബാപ്പമാരായ ഉമ്മമാരായ ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. അതിനു മുമ്പ് നീ ഞങ്ങളാരെയും നിന്നിലേക്ക് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെ പേരമക്കളെ സന്തോഷം കാണാനുള്ള ആയുസ് നീ ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വീട്ടിൽ കയറി, അവിടെ ഒരല്പനേരം വിശ്രമിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ വീട്ടിലെ ആ സഹോദരന്റെ ഭാര്യ, പിതാവിന് ശാരീരികമായ പ്രയാസമുണ്ട്, മറ്റുമെല്ലാം പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. നീ അവർക്കൊക്കെ ശിഫാ ചെയ്യണേ അല്ലാ. ചെറിയ കുട്ടിക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. എല്ലാ അക്കടപാടുകൾ വീട്ടിയിട്ട് പൊരുത്തപ്പെടുപ്പിക്കേണ്ടവരോടൊക്കെ പൊരുത്തപ്പെടുപ്പിച്ച്, കടം വാങ്ങിയവർ ആരിൽ നിന്നാണോ അവർക്കൊക്കെ കടം തിരിച്ചു കൊടുത്ത് പൊരുത്തം വാങ്ങി ഒരു ഖൈറായ സമയം, ഖൈറായ സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്
ഉറക്കെ അങ്ങ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇതിനേക്കാൾ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ ഇൽമിന്റെ പന്തലിൽ കൂടിയവരാണ്. ഞങ്ങൾക്ക് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഗുൽ ഹംദാകുന്ന കൊടിക്കീഴിൽ ഒരുമിച്ചു കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി തരണേ അല്ലാ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന എത്രയോ ഖബറാളികൾ ഈ ഉള്ളാളത്തെ വില്ലപ്പള്ളി ജുമഅത്തെ പള്ളിയുടെ പരിസരത്തും മറ്റു ഈ പരിസരങ്ങളിലൊക്കെ മറപ്പെട്ട് കിടക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇങ്ങോട്ട് വരുമ്പോ പലരും ഹജ്ജിന് പോയവരും അല്ലാത്തവരും ഗൾഫിലുള്ളവരും അവിടെയാണ് എന്റെ ബാപ്പാന്റെ ഖബറുള്ളതും ഉമ്മാന്റെ ഖബറുള്ളതെന്നെല്ലാം പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. ആ പറയപ്പെട്ടവരും അല്ലാത്തവരും ആരെല്ലാം ഇവിടെ കിടക്കുന്നുവോ അതുപോലെ ഞങ്ങളുമായി ബന്ധമുള്ളവർ ഏതെല്ലാം ഖബർസ്ഥാനിൽ കിടക്കുന്നുവോ സാധുവാട് എന്റെ ബാപ്പയുൾപ്പെടെ എല്ലാവരുടെ ഖബർ നീ വിശാലമാക്കി അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരോടും ദുആ കൊണ്ട്